മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി വായിക്കാം. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പി. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പി. കർത്താവായ യേശുക്രിസ്തു അന്ത്യകാലത്തെക്കുറിച്ച് അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരധ്യായമാണ് മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. അതിൻ്റെ അന്ത്യത്തിൽ കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു കൺക്ലൂഷനാണ് നാം വായിച്ചു കേട്ടത്. ഇതിനകത്തുനിന്ന് 2 ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രധാനമായും അവതരിപ്പിച്ച ശേഷം യാമങ്ങളിൽ നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. 1-ാമത്തെ ആശയം ഇതിനകത്തുള്ളത് യാമങ്ങൾ തന്നെയാണ്. അത് നമ്മൾ വിശദീകരിക്കേണ്ടതുകൊണ്ട് പിന്നത്തേതിലെടുക്കാം. 2, അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ വിശദീകരിക്കുന്ന ഒരധ്യായമാണിത്. അന്ത്യകാല ലക്ഷണങ്ങൾ വിശദീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുവാൻ 1-2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മൾ സമയമെടുക്കും. എന്നാൽ ഇന്ന് ചില ആശയങ്ങൾ തൊട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. 2-ാമത്തെ വാക്യം ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഒലിവുമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ യെരുശലേം ദേവാലയം കാണിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നത് യെരുശലേമിൻ്റെ ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻ നമ്മളിൽ പലർക്കും ഇതിനോടകം വിശദീകരണങ്ങൾ കൊണ്ട് അറിയാമായിരിക്കാം. യെരുശലേം നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഒലിവുമല സ്ഥിതി ചെയ്യുന്നത്. ഒലിവുമലയിൽ നിന്ന് പടിഞ്ഞാറ് വശത്തേക്കൊരു ഇറക്കമുണ്ട്. അത് ഇറങ്ങി വരുമ്പോൾ ഒലിവുമലയുടെ മുകളിലിരുന്നാൽ യെരുശലേം പട്ടണം ഭംഗിയായി കാണും. പടിഞ്ഞാറ് വശത്തേക്ക് ഇറങ്ങി വരുന്ന റോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുവെങ്കിൽ യെരുശലേമിൻ്റെ പ്രധാന ഗേറ്റ് വാതിൽ കാണാം. നേരെ അതുവഴി കയറിയാൽ യെരുശലേം ദേവാലയം കാണാം. ചുരുക്കി പറഞ്ഞാൽ യെരുശലേം ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനമായൊരു വ്യൂ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു വ്യൂ കാണുന്ന ഒരു വഴിയാണ് ഒലിവുമലയിൽ നിന്നും ഇറങ്ങി വരുന്ന വരവ്. ഒലിവുമലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ശിഷ്യന്മാർ യേശുവിനോട് യെരുശലേം ദേവാലയത്തിൻ്റെ പണി കാണിച്ചുകൊണ്ട് എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെ, അതിമനോഹരമായി പണിതിരിക്കുന്ന ഒരു കെട്ടിടമാണത്. ഞാൻ ആ കിഴക്കേ വാതിലിനെക്കുറിച്ചും മറ്റും മുമ്പ് തൊട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളൊരു റിവിഷനിൽ, പഴയ കാര്യങ്ങളുടെ റിവിഷനിൽ വരികയാണെങ്കിൽ 1-2 ആഴ്ചകൾക്ക് ശേഷം നമ്മൾ വീണ്ടും അത് തൊട്ടെന്ന് വരും. ഇത് കാണിച്ചുകൊണ്ട് ഈ ആലയത്തിൻ്റെ പണിയുടെ മനോഹരത വർണ്ണിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞു, ഇത് പൊളിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരും. അന്ത്യകാല ലക്ഷണങ്ങളല്ല സത്യത്തിൽ യേശു പറഞ്ഞത്, ഇമ്മീഡിയറ്റ്ലി നടക്കാൻ പോകുന്ന കാര്യമാണ്. ഈ മന്ദിരം പൊളിപ്പീൻ 3 നാളുകൊണ്ട് ഞാനിതിനെ പണിയുമെന്ന് യേശു പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചും ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഉൾക്കൊള്ളുന്ന സഭയാകുന്ന മന്ദിരത്തെക്കുറിച്ചാണെങ്കിലും ശിഷ്യന്മാർക്കും യഹൂദനും മനസ്സിലായത് ആ ദേവാലയത്തെക്കുറിച്ചാണ്. അതൊരിക്കലും പൊളിക്കുകയില്ല, വലിയ ഭയങ്കരമാണ്. ആ യെരുശലേം ദേവാലയത്തിൻ്റെ അടിക്കല്ലുകളൊക്കെ ഇളക്കാൻ വേണ്ടി ആനകളെ വെച്ച് കെട്ടിയ വൻ ഇരുമ്പ് കലപ്പ കൊണ്ട് മാന്തിയാണ് അത് ഇളക്കിയതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാര്യം ഇന്നത്തേതുപോലുള്ള എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റ്സ് അന്ന് ഇല്ലാഞ്ഞതുകൊണ്ട് ആനകളുടെ സഹായമാണ് അന്ന് എടുത്തിരുന്നത്. അത്ര വലിപ്പമുള്ള കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതായ മഹാകെട്ടിടം മനോഹരമായി പണിതിരിക്കുന്നത്. യേശു പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. അവിടെ കൊണ്ട് നിർത്തി. അത് സത്യത്തിൽ AD 70 നടക്കേണ്ട കാര്യമായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ നടക്കേണ്ടതായിരുന്നു. നടന്നു. തുടർന്ന് ശിഷ്യന്മാരും യേശുവുമായി വിശ്രമിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ ബിസി സ്കെഡ്യൂളിൽ നിന്നൊന്ന് റിലാക്സ് ചെയ്തു എന്നുള്ളത് ഉറപ്പാണ്. അവരിയ്ക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, അങ്ങ് പറഞ്ഞ യെരുശലേം ദേവാലയം പൊളിയുന്നതും അന്ത്യകാലത്തിൻ്റെയും ലക്ഷണം എന്താണ്? അഥവാ അന്ത്യകാലമാകുമ്പോൾ ദേവാലയം പൊളിക്കും എന്നൊരാശയം അവർക്കുണ്ടായിരുന്നു. മറക്കരുതേ, നമ്മൾ ഒത്തിരിയും കൂടെ മുതിർന്ന ഒരു വിഭാഗമായതുകൊണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നവരും ഒത്തിരിയും കൂടെ മുതിർന്ന വിഭാഗമായതുകൊണ്ട് ഇത് നന്നായി നമ്മൾ അറിയണം. പ്രാരംഭ ദൈവസഭയുടെ അടയാളമായിരുന്ന, നിഴലായിരുന്ന യഹൂദ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നോക്കിയാലും അന്ത്യകാലമാകുമ്പോൾ സഭാ കെട്ടിടത്തിന് ഒരു ഉടഞ്ഞു പോകും എന്നൊരാശയമുണ്ട്.
അന്ത്യകാലമാകുമ്പോൾ ദൈവത്തിൻ്റെ സഭയിൽ ഉണ്ടാകുന്ന വലിയ നാശങ്ങളെക്കുറിച്ച് ആത്മീയ അർത്ഥത്തിൽ ചിന്തിക്കേണ്ടതിന് വേണ്ടി ദൈവം സഭയെ ഏൽപ്പിച്ച ഒരാലോചനയായിരുന്നു. അവർ പറഞ്ഞു, കർത്താവേ, ആലയം പൊളിയുന്നതിനും അന്ത്യകാലത്തിൻ്റെയും ലക്ഷണങ്ങളുണ്ട്. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് യേശു അന്ത്യകാല ലക്ഷണങ്ങളിലേക്ക് കടന്നു. 6-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ആ ഭാഗം മറിക്കരുത്. അനേകർ എൻ്റെ പേരെടുത്തു വന്ന് അനേകരെ തെറ്റിക്കും. വിശദീകരിക്കുന്നില്ല. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും. ഇന്ന് ധാരാളമായി അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ നാം കണ്ടുവരുന്നു. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്, മറക്കരുത്. 7-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ. നിൽക്കട്ടെ, അടുത്തത് യുദ്ധവും യുദ്ധശ്രുതികളും. രണ്ടും രണ്ടാണ്. യുദ്ധങ്ങൾ പലതുണ്ടാകും, യുദ്ധങ്ങളില്ലാതെ തന്നെ യുദ്ധശ്രുതികൾ ഒത്തിരി ഉണ്ടാകും. അത് വെറും കേൾവിയാണ്. ഇത് രണ്ടും അന്ത്യകാല ലക്ഷണങ്ങളാണ്. 9-ാം വാക്യം. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും. ക്രിസ്ത്യാനികളെ വെറുക്കുകയും നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ കൊണ്ട് ഏൽപ്പിക്കുകയും നിങ്ങൾക്കെതിരെ ഇന്നുള്ളതുപോലെ കള്ളക്കേസുകൾ നാടുനീളെ ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യും. യേശു പറഞ്ഞ ഒരു കാര്യമാണ്. 19-ാമത്തെ വാക്യം. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതും ആയ കഷ്ടകാലം ആകും. ഇനിയും വരാൻ പോകുന്ന ഒന്ന്. ഇന്ന് രാവിലെയാണ് ഒരു പുതിയ ആശയത്തിലേക്ക് ഞാൻ കടന്നത്, അല്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങിയത്. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് മുതൽ, അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ, ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതും നക്ഷത്രങ്ങൾ കത്തിത്തീർന്നതുമായ വൻ മഹാസംഭവങ്ങൾ ഒക്കെ പ്രപഞ്ചത്തിൽ കിടപ്പുണ്ട്. അതിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ശക്തി ആകെ ഇളകുകയും സംഗതികൾ ആകെ തകരുകയും ചെയ്യും. സൃഷ്ടാവിൻ്റെ ഉഗ്രകോപം സഹിക്കാൻ വയ്യാതെ സൃഷ്ടികൾ ഞെട്ടി ഉലയുന്നതായ അത്തിവൃക്ഷത്തിൽ കൊടുങ്കാറ്റടിച്ചിട്ട് അതിൻ്റെ ഫലം പൊഴിഞ്ഞു വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ സ്ഥാനഭേദം വന്ന് അവിടെയും ഇവിടെയും ചെതറുന്ന കാലം. ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥം സൃഷ്ടിക്കുന്ന സമയം 20 ഗ്രഹങ്ങൾ സൗരയൂഥത്തിലുണ്ടായിരുന്നു. ഇന്ന് 9 എണ്ണമേ കാണാനുള്ളൂ. ബാക്കി 11 പൊടിഞ്ഞുപോയി. എന്തു പറ്റി? 18-ാം സങ്കീർത്തനത്തിലെ പ്രവചന ഭാഗവുമായി നോക്കിയാൽ, വായിക്കണ്ട, 18-ാം സങ്കീർത്തനത്തിലെ പ്രവചന ഭാഗവുമായി നോക്കിയാൽ, ലൂസിഫറിനോട് ദൈവം മത്സരിക്കുമ്പോൾ, അഥവാ ലൂസിഫർ ദൈവത്തോട് മത്സരിച്ച് ലൂസിഫറിനെ ശിക്ഷിക്കുമ്പോൾ, ഈ സൃഷ്ടികളെ ഇളക്കിക്കൊണ്ട് തൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങുകയും വായിൽ നിന്ന് തീ പുറപ്പെടുകയും ഹിമം പൊഴിയുകയും ചെയ്ത സാഹചര്യത്തിൽ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് നശിച്ചു പോയതാണ് 11 എണ്ണം. അതിനേക്കാൾ വലിയത് പ്രപഞ്ച സൃഷ്ടി മുതൽ ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കാൻ ഇരിക്കുന്നു. മറക്കരുത്. ശാസ്ത്രീയമായി പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത പലതും സംഭവിക്കുവാൻ ഇരിക്കുന്നു. ആരെക്കൊണ്ടും നിയന്ത്രിപ്പാൻ കഴിയുകയില്ല. കാര്യം നിയന്ത്രിക്കുന്നവൻ ആര്? സൃഷ്ടാവുമായി താരതമ്യം ചെയ്യുവാൻ ഒന്നുമില്ലാത്ത മനുഷ്യനെ കൊണ്ട് നിയന്ത്രിപ്പാൻ കഴിയുകയില്ല. അതുവരെ സംഭവിക്കും എന്ന് യേശു 19-ാം വാക്യത്തിൽ പറഞ്ഞു. 24-ാം വാക്യം. എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും. അതിനുശേഷം സൂര്യൻ അവസ്ഥാഭേദമുണ്ടാകും. അദ്ദേഹം ഇരുണ്ടുപോകും. പിന്നെ ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയിരിക്കും. ഇന്നുള്ള കാലങ്ങൾ കംപ്ലീറ്റ്ലി മാറും. ഇന്നുള്ള സിസ്റ്റം കംപ്ലീറ്റ്ലി മാറും. അങ്ങനെ പ്രകൃതിയിൽ ടോട്ടൽ ചേഞ്ച്. നമുക്ക് മനസ്സിലാകുന്നതിന് അപ്പുറത്താണിത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരെ ഉണ്ടാകും. 28-ാം വാക്യം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. ഇതിനു മുമ്പേ നിങ്ങൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പ്. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ, അത് ഞാനിവിടെ വിശദീകരിച്ചതാണ്. 1948 യഹൂദന് രാജ്യത്തിൻ്റെ ഭാരം തിരികെ വരുന്നതോടുകൂടെ ചുറ്റുവട്ടത്തുള്ള ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന അനേക രാജ്യങ്ങൾ തളിർത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ ഇങ്ങനെ അനേക ലക്ഷണങ്ങൾ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ളത് യേശു എടുത്തു പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. അല്ലെങ്കിൽ ഈ ഒരൊറ്റ അധ്യായത്തിൽ കിടപ്പുണ്ട്. അന്ത്യകാലത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരധ്യായമാണിത്. അതിൻ്റെ അവസാനത്തെ കൺക്ലൂസീവ് വേർഡായി. ഇതൊന്നും ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചതിൻ്റെ മറുപടിയല്ല. നിന്റെ വരവിനും ലോകാവസാനത്തിനും ലക്ഷണമെന്ത് എന്ന് ചോദിച്ചതിന് ലോകാവസാനത്തെക്കുറിച്ചും വരവിനെക്കുറിച്ചും യേശു വിശദീകരിക്കുന്ന ഭാഗങ്ങളിൽ ചിലതെല്ലാമാണ് നമ്മൾ തൊടുന്നത്. അതിൻ്റെ കൺക്ലൂഷനായി പറഞ്ഞ വാക്യങ്ങളാണ് നമ്മൾ ആരംഭത്തെങ്കിൽ വായിച്ചത്. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ. ഒന്നുകൂടെ വായിക്കാമോ? വാക്യം 34. ഒരു മനുഷ്യൻ
വീട് വിട്ടു പരദേശത്തേക്ക് പോകുമ്പോൾ നിൽക്കട്ടെ, ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ആരാണ് ഈ ഒരു മനുഷ്യൻ? പേര് പറയാത്ത ഒരു മനുഷ്യൻ. ഇത് സത്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ പറയുന്നതാണ്. ഒരു മനുഷ്യൻ വീട് വിട്ട് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നമ്മുടെ അടുക്കിലേക്ക് വന്നു, വീട് വിട്ട് പരദേശത്തേക്ക് പോകുകയാണ്. ഇവിടുന്ന് പോകുമ്പോൾ സ്വർഗാരോഹണം ചെയ്ത് യേശു പരദേശത്തേക്ക് പോയി എന്നൊരാശയത്തിൽ ചിന്തിക്കാൻ കഴിയും. കുലീനനായ ഒരു രാജാവ് പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ഭൃത്യന്മാരെയും സേവകന്മാരെയും വിളിച്ച് അവർക്ക് പലതും കൊടുത്ത ചരിത്രം മറ്റ് സുവിശേഷങ്ങളിലുമുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ അല്പമായി ചിന്തിക്കുകയാണ്. തൻ്റെ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ വായിച്ചു, ദാസന്മാർക്ക് അധികാരവും പിന്നെ അവനവന് അതത് വേലയും കൊടുത്തു. ഒന്ന് നിൽക്കട്ടെ, താൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുന്നതിന് മുന്നമേ ഞാൻ വന്നിട്ട് ബാക്കി കാര്യം തീർക്കാമെന്ന് പറഞ്ഞ് പോകുകയല്ല, ഹൈലി ഓർഡർ ചെയ്തുകൊണ്ട് ഓരോരുത്തരും കൈകാര്യം ചെയ്യേണ്ട കൃപാവരങ്ങളും ഓരോരുത്തരും ചെയ്യേണ്ട കടമകളും കർത്തൃത്വങ്ങളും എനിക്കും നിങ്ങൾക്കും തന്ന ശേഷമാണ് പോയതെന്ന് മറക്കരുത്. താൻ പോകുന്നതിന് മുന്നമേ പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി യെരുശലേമിൽ നിന്ന് മാറിപ്പോകാതെ പ്രാർത്ഥിക്കണം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ഉള്ളതാണെന്ന് പത്രോസ് അതിനെക്കുറിച്ച് എടുത്ത് ആവർത്തിക്കുന്നത് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ ഇന്നിതിനകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ആരോടാണ് ഈ ഉപമ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചവരോടാണ് ഈ ഉപമ പറയുന്നത് എന്ന് മറക്കരുത്. ഈ അവനവൻ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചത് മറക്കരുത്. ഞാൻ എപ്പോഴും എടുത്തു പറയാറുള്ള ഒരു ഭാഗമായത്. കടമകളും കർത്തൃത്വങ്ങളും അതുപോലെ തന്നെ അവകാശങ്ങളും പ്രിവിലേജസും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കടമയുമില്ലാത്ത അധികാരത്തെ താന്തോന്നിത്വം എന്നാണ് വിളിക്കുന്നത്. താന്തോന്നിത്വം. ഒരു കടമയുമില്ല, അധികാരം മാത്രമുണ്ട്. എനിക്ക് സഭയെക്കുറിച്ച് ഒരു ചുമതലയുമില്ല, എനിക്ക് ഒരു ജോലി എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എനിക്ക് സഭയിൽ കുറച്ച് ഭരണശേഷിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ചിലരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ എനിക്ക് കഴിയും, എനിക്ക് നിങ്ങളോടൊരു കടപ്പാടുമില്ലെന്ന് പറഞ്ഞാൽ അതിനെ ശുദ്ധ താന്തോന്നിത്വം എന്നാണ് വിളിക്കുന്നത്. അതിൽ കവിഞ്ഞതിനൊരു വാക്കില്ല. ദൈവം താന്തോന്നികളുടെ ദൈവമല്ല. എനിക്കാരോടും കടപ്പാടില്ല, എനിക്കാരോടും ഒന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. നോ, അങ്ങനൊരു താന്തോന്നിത്വം ദൈവത്തിനില്ല. 2, എനിക്ക് പ്രിവിലേജസ് ഒന്നുമില്ല, കേവലം ഉത്തരവാദിത്വങ്ങൾ മാത്രമേ ഉള്ളൂ. രാവിലെ വന്നോണം, സിസ്റ്റർ മേരി കോവൂര് പറയുന്നത് പോലെ വന്നോണം, നിന്നോണം, കണ്ടോണം, പൊയ്ക്കോണം. 5 ഓണങ്ങളുണ്ട് എന്ന് സിസ്റ്റർ കോവൂര് പറയാറുണ്ട്. രാവിലെ ഞായറാഴ്ച നേരം വെളുത്താൽ എല്ലാവരും വന്നോണം. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കണ്ടോണം. നേരം കഴിയുമ്പം പൊക്കോണം. ഇങ്ങനെ 2-3 ഓണങ്ങൾ അല്ല, അതല്ല നമ്മുടെ കടമ. നമുക്ക് കുറേ കടമകളുണ്ട്. നിങ്ങൾ കടപ്പാടുകൾ ഏറ്റുവാങ്ങിയവരാണ്. അതേസമയം ഉത്തരവാദിത്വങ്ങളുണ്ട്. ഉത്തരവാദിത്വങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. എനിക്ക് എൻ്റെ ചുറ്റുവട്ടങ്ങളോട് ഉത്തരവാദിത്വങ്ങളുണ്ട്. തൻ്റെ ഹാബേലിനെ കൊന്ന ശേഷം കായേൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ കായേനോടൊരു ചോദ്യം ചോദിച്ചു, നിൻ്റെ സഹോദരനായ ഹാബേൽ എവിടെ? കായേൻ്റെ ചോദ്യം, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? ദൈവത്തിൻ്റെ മറുപടി, അതെ, നീ കാവൽക്കാരനാ. ഇന്നിതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലൈനുകളിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളെ ചില കടമകളും ചില ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിവിലേജസ് നമുക്കുണ്ട്. സമയഭേദം കൂടാതെ കൃപാസനത്തോട് അടുത്തു വരുവാൻ, ചോദിച്ചു കൊള്ളുവാൻ നമുക്കൊരു പ്രിവിലേജ് ഉണ്ട്. അത് നമ്മുടെ അവകാശമാണ്, അധികാരമാണ്, പ്രിവിലേജാണ്. അതേസമയം ദൈവത്തിൻ്റെ തത്വങ്ങൾ, പ്രിൻസിപ്പിളുകൾ സൂക്ഷിക്കുവാൻ നമുക്കൊരു കടപ്പാടുണ്ട്. കടമകളും ഉത്തരവാദിത്വങ്ങളും കൊടുത്ത ശേഷം അങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ഒരു മനുഷ്യൻ, സാക്ഷാൽ മനുഷ്യൻ, ദി മാൻ, സാക്ഷാൽ മനുഷ്യൻ, ദൈവത്തിൻ്റെ പുത്രൻ ഇങ്ങോട്ട് അവതരിച്ച സാക്ഷാൽ മനുഷ്യൻ, ഒടുക്കത്തെ ആദമെന്നറിയപ്പെടുന്ന കർത്താവായി യേശു തൻ്റെ സ്വന്തം ഭവനമാകുന്ന സഭയെ വിട്ട്, ഈ ശരീരമാകുന്ന സഭയുടെ തലയാകുന്ന ക്രിസ്തു ഈ ശരീരത്തെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നമേ തൻ്റെ ദാസന്മാരെ വിളിച്ചു, ശിഷ്യന്മാരെ വിളിച്ചു, അവർക്ക് അധികാരവും അവകാശവും പകുത്തു കൊടുത്തു. എന്നിട്ട് വായിച്ചു, യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്ന് അറിയായിക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു. ഇതാണ് എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പിൻ. ഇതാണ് 4 യാമങ്ങളെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് 4 യാമങ്ങൾ എന്നാണ്.
എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ആശയം വീണ്ടും ദൈവസന്നിധിയിലിരുന്ന് ധ്യാനിക്കുവാനും ചരിത്ര പുസ്തകങ്ങളും ചരിത്രം അറിയാവുന്ന വ്യക്തികളും തിരുവചനവും മറ്റും ചേർത്ത് വെച്ച് ആരായുവാനും അതിൻ്റെ അകത്തേക്ക് കഴിവുള്ളിടത്തോളം ഇറങ്ങുവാനും ദൈവം തന്ന കൃപയിൽ സമർപ്പിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശമാണ് നാലിയാമങ്ങൾ. ഞാൻ ഇന്ന് ഈ നാലിയാമം തൊടുന്നു എന്ന 2-3 ആഴ്ചകൾക്ക് മുമ്പേ, മേ ബി 2 മാസത്തിന് മുമ്പേ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സബ്ജക്റ്റ് ഒന്നുകൂടെ എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണ് നാലിയാമങ്ങൾ. ഇന്ന പുസ്തകം കോപ്പികളില്ല. ഒന്നുകൂടെ റീപ്രിൻ്റ് ചെയ്താലോ ചെയ്തില്ലെങ്കിലോ എന്നുള്ള ചിന്ത മാത്രം ഇപ്പോഴും ഉണ്ട്. വേണമെങ്കിൽ റീപ്രിൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 10-80 പേജുകളുള്ള ഒരു പുസ്തകമായിരുന്നത്. ഈ പുസ്തകം പലയിടങ്ങളിൽ ഉണർവായി മാറി. ഞാൻ ഓർക്കുന്നുണ്ട്, നേരെ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു വിവാഹത്തിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരുവല്ലായിക്കടുത്തൊരു സ്ഥലത്തുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ വളരെ സന്തോഷത്തോടുകൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ മക്കളെയും ഭാര്യയും ഒക്കെ പരിചയപ്പെടുത്തിയ ശേഷം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളൊക്കെ ആയിരുന്ന പാരമ്പര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ മറിച്ച് ഇളക്കി ദൈവകൃപയിലേക്ക് നടത്തിയ ഒരു സന്ദേശമായിരുന്നു നാലിയാമങ്ങൾ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, ഈ ഞായറാഴ്ച ലൈനിൽ പോരെ, ഒന്നുകൂടെ കേൾക്കാം. കാര്യം അന്നേരത്തെ ഞാൻ ഫൈനൽ ഡിസിഷൻ എടുത്ത് ഈ ഞായറാഴ്ച തന്നെ പ്രസംഗിക്കുമെന്ന്. പലയിടങ്ങളിലും ഞാനിത് പറഞ്ഞു. കുവൈറ്റിൽ ഒരിക്കലൊരു ഉണർവുണ്ടായി. അതിൻ്റെ 1ാമത്തെ പ്രസംഗം ഇതായിരുന്നു, നാലിയാമങ്ങൾ. ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരു ഉണർവുണ്ടായി. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജായിരുന്നു നാലിയാമങ്ങൾ. ബഥേലിൽ ഇത് പല പ്രാവശ്യം പ്രസംഗിച്ചതാണെങ്കിലും ഇന്നിവിടെ ഇരിക്കുന്നതിൽ മിക്കവരും ഇത് കേട്ടതല്ല. കാര്യം നമ്മൾ ഒരു കാലഘട്ടത്തിന് ശേഷം ജോയിൻ ചെയ്തവരാകയാൽ ഒരു ഉണർവ് പ്രതീക്ഷിക്കണമേ എന്ന് ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഒരു ഉണർവ് പ്രതീക്ഷിക്കണമേ എന്ന് ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. അതെ, കർത്താവ് നമുക്ക് ഒരു ഉണർവ് തരട്ടെ. നാലിയാമങ്ങൾ എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത് ഇവിടെ നിന്നാണ്. യാമങ്ങൾ എന്നാൽ എന്ത്? പോലീസിൻ്റെ ബീറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ആ സമയത്തെ ഷിഫ്റ്റിനെ, മിലിറ്ററിയുടെ ഷിഫ്റ്റ്, പോലീസിൻ്റെ ബീറ്റ്, ഇതിൻ്റെ സമയത്തെ ചിത്രീകരിക്കുന്ന ഒരു പദപ്രയോഗമാണ് യാമങ്ങൾ എന്ന പദപ്രയോഗം. റോമൻ ഗവൺമെൻറ് 4 മണിക്കൂർ വീതമായിരുന്നു പോലീസ് ബീറ്റ്, മിലിറ്ററിയുടെ ഒരു വാച്ച്. വൈകുന്നേരം 6 മണി മുതൽ രാത്രിയായാണ് ഈ യാമങ്ങളായി തിരിക്കുന്നത്. ൂതനാകട്ടെ 3 മണിക്കൂറാണ് അവരുടെ വാച്ച് അവേഴ്സ്. 3 മണിക്കൂർ വീതമുള്ള 4 യാമങ്ങളായി ചിത്രീകരിച്ചു. ഈ 4 യാമത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ 3 മണിക്കൂർ വീതമുള്ള 4 യാമങ്ങളുടെ കണക്കാണ് യേശു ഉദ്ധരിച്ചത് എന്നതിനാൽ ഞാനും നിങ്ങളും ആ കണക്കിൽ നിൽക്കട്ടെ. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 1-ാമത്തെ യാമം, പല കാര്യങ്ങളും ഞാൻ തൊട്ടായിരിക്കും പോകുന്നത്. അതിൽ 1-ാമത്തെ യാമത്തെ സന്ധ്യായാമം എന്നാണ് വിളിക്കുന്നത്. 2-ാമത്തെ യാമത്തെ അർദ്ധരാത്രി, ഞാൻ വീണ്ടും വരും അവിടെ തന്നെ, അർദ്ധരാത്രിയുടെ യാമം എന്ന് വിളിക്കും. 3-ാമത്തെ യാമത്തെ കോഴി കൂകുന്ന യാമമെന്നും 4-ാമത്തെ യാമത്തെ പ്രഭാതയാമമെന്നും തിരുവചനത്തിൽ വിളിച്ചിരിക്കുന്നതായി കാണാം നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിൽ. വൈകുന്നേരം 6 മണി മുതൽ തുടർന്നുള്ള 3 മണിക്കൂർ 9 മണി വരെയുള്ള സമയത്തെ സന്ധ്യായാമം എന്ന് വിളിച്ചിരുന്നു. ഞാൻ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ തരട്ടെ, പിന്നെ നമുക്ക് ഡെപ്തിലേക്ക് ഇറങ്ങാം. ഈ ആദ്യത്തെ യാമത്തിൻ്റെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മനുഷ്യൻ ഏറ്റവും പ്രയോജനപ്പെടാവുന്ന യാമമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, കളിക്കുന്ന കുഞ്ഞുങ്ങളും കേട്ടോണം. നന്നായി പഠിക്കുവാനും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനും വേണ്ടി ദൈവം തരുന്ന സമയമാണ് സന്ധ്യായാമം. പകലിൻ്റെ അധ്വാനങ്ങൾ പൊതുവെ കഴിഞ്ഞ്, പകലിൻ്റെ ചൂടും വെളിച്ചവും കുറഞ്ഞ് മനുഷ്യനൊന്ന് വിശ്രമിക്കുവാൻ, റിലാക്സ് ചെയ്യാൻ കൊള്ളാവുന്ന 1-ാമത്തെ യാമമാണ് രാത്രിയുടെ 1-ാം യാമം. വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം. പഠിച്ചാൽ നന്നായി മനസ്സിലാകും. പ്രഭാതയാമത്തിലോ വീണ്ടും അത് മനസ്സിലാകും. എന്നാൽ വൈകുന്നേരത്തെ 6 മണിയുടെ സമയം പഠിച്ചാൽ നന്നായി മനസ്സിലാകും. പക്ഷേ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ കാണുവാനും ഒരുമിച്ച് സഹകരിക്കുവാനും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് സന്ധ്യായാമം. അതിനെ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന യാമമായി ചിത്രീകരിക്കുന്നു. ആത്മീകരായ ആളുകൾ അവരുടെ കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുവാനും സഭാബന്ധങ്ങൾ സൂക്ഷിക്കുവാനും ഇടയിലുള്ള സമയമായിരിക്കും. ഈ മീറ്റിങ്ങുകൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന നല്ല സമയമാണ്.
ആരെങ്കിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കാത്തവരോ അല്പസ്വല്പം അകന്ന് നിന്ന് വർത്തമാനം പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ സംഗതി ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്ക്. 6 മുതൽ 9 മണി വരെയുള്ള സമയം പിള്ളേരെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഇത് വീഡിയോ കളിക്കുന്ന സമയമല്ല, കള്ളുകൂടിയന്മാർ കുടിക്കാൻ പോകുന്ന സമയമാണ്, യാതൊരു സംശയവുമില്ല. ചീട്ട് കളിക്കാർ അതിൻ്റെ പുറകെ സമയം കൊല്ലുന്ന സമയമാണ്, സംശയമില്ല. എന്നാൽ ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന പ്രയോജനപ്പെടുന്ന സമയമാണ്. അതിനേക്കാൾ ഡെപ്തിലേക്ക് നമ്മൾ പിന്നിറങ്ങി വരും. 1-ാം യാമം അതാണ്. 2-ാമത്തെ യാമത്തെ രാത്രിയിൽ 9 മണി മുതൽ 12 മണി വരെയുള്ള സമയം, അതിനെയാണ് 2-ാമത്തെ യാമം എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ യഹൂദ സഭയും യേശുവും വിളിച്ചിരുന്നത് അങ്ങനെയാണ്, 2-ാമത്തെ യാമം. ഇതിനെ അർദ്ധരാത്രിയുടെ യാമം എന്ന് പറയും. കർത്താവ് പറഞ്ഞ അർദ്ധരാത്രിയുടെ യാമത്തിലാണ് നിങ്ങളുടെ യജമാനൻ വന്നതെങ്കിൽ നിങ്ങൾ ഉണർന്നിരുന്നോണം. എല്ലാവരോടും പറയുകയാണ്, ഉണർന്നിരിക്കണം. അർദ്ധരാത്രിയുടെ യാമം സത്യത്തിൽ വന്യമൃഗങ്ങൾക്ക് വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്ത സമയമാണെന്നാണ് പറയപ്പെടുന്നത്. തിരുവചന രേഖകളുണ്ടോ? ഇല്ല. എന്നാൽ ശ്രേഷ്ഠമായ ദൈവിക കാഴ്ചപ്പാടുകളും വെളിപ്പാടുകളും ഉണ്ടായിരുന്ന കർത്തൃദാസന്മാർ പറഞ്ഞിരുന്ന പദങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അർദ്ധരാത്രിയുടെ യാമമെന്നത് വന്യമൃഗങ്ങൾക്കുള്ളതാണ്. കടിച്ചു കീറുന്ന ചെന്നായും കൊന്നൊടുക്കുന്ന പുലിയും ഒക്കെ അതിഘോരമായി ഇറങ്ങി മനുഷ്യനെ അറ്റാക്ക് ചെയ്യുവാൻ ഏറ്റവും യോഗ്യമായി കണ്ടെടുക്കുന്ന സമയം രാത്രിയിൽ 9 മുതൽ 12 വരെയുള്ള സമയമാണ്. വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ ആ സമയം ഗൗരവമായി ശ്രദ്ധിക്കാറുണ്ട്. ഞാനും നിങ്ങളും ഏതെങ്കിലും സാഹചര്യത്തിൽ വനപ്രദേശങ്ങളിലൂടെ പോകുകയാണെങ്കിൽ 9 മുതൽ 12 വരെയുള്ള സമയത്തെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊള്ളാം. കാര്യം ദുഷ്ടമൃഗങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാവുന്നതാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവ യാത്ര തുടങ്ങുന്നു എന്ന് രാത്രിയാമത്തെക്കുറിച്ചും അർദ്ധരാത്രിയെക്കുറിച്ചും ഒക്കെ സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചാൽ ഉടൻ തുടങ്ങുമെന്നല്ല, അതും ഒന്ന് റിലാക്സ് ചെയ്ത് തെണ്ട പതുക്കെ ഇറങ്ങി വരികയാണ്. അർദ്ധരാത്രിയുടെ യാമം ദുഷ്ടമൃഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന യാമമാണ്. അത് രാത്രിയിൽ 12 മണിയാണ്. രാത്രിയിൽ 12 മണിയാകുമ്പോൾ പാതിരാക്കോഴി കൂകിയിരിക്കും. അവിടെ മുതൽ കോഴി കൂകുന്ന യാമമെന്നാണ് യേശു വിളിക്കുന്നത്. പാതിരാക്കോഴി ഒന്ന് കൂകിക്കഴിഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ കോഴികൾ ഒറ്റയ്ക്കും പെട്ടയ്ക്കും കൂകിക്കൊണ്ടിരിക്കും. കോഴികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കോഴികളെ വളർത്തുന്ന ഇടത്ത് കേരളത്തിൻ്റെ മണ്ണിൽ ഞങ്ങളൊക്കെ വളർന്ന സാഹചര്യങ്ങളിൽ കോഴികൾ അഴിഞ്ഞു നടന്ന് വളരുന്നത് ഞങ്ങൾ കഴിഞ്ഞാൽ നടന്നത് വളരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഇന്നത്തെ പട്ടണവാസികളായ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞൊരു കേൾവിയെങ്കിലും ഉണ്ടാകട്ടെ. അർദ്ധരാത്രിയുടെ യാമം കഴിഞ്ഞാൽ രാത്രിയിൽ 12 മണിയാകുമ്പോൾ പാതിരാക്കോഴി നീട്ടി ഒന്ന് കൂകും. അവിടെ മുതൽ ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഇവിടെയും അവിടെയും ഒക്കെ ചില കോഴി കൂകുന്ന ശബ്ദങ്ങൾ കേൾക്കാം. 4 യാമങ്ങളെന്ന് വിളിക്കുന്നതിൽ കോഴി കൂകുന്ന യാമമെന്ന ഒന്നിനെ വളരെ ഗൗരവമായി എടുത്ത് ഇന്ന് പകൽ തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേരതിന് കൊടുത്ത മഹാന്റെ പേര് ഉൾപ്പെടെ ഇന്ന് പറയുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. കോഴി കൂകുന്ന യാമം. 1-ാമത്തെ കോഴി കൂകിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു കോഴി കൂകത്തില്ല. പ്രഭാതമാകുമ്പോൾ വെളുപ്പിനെ കോഴി കൂകും. അത് ഇപ്പുറത്തെ കോഴി കൂകിയാൽ ഉടൻ അപ്പുറത്തേത് കൂകും, അതിനപ്പുറത്തേത് കൂകും. അതങ്ങനെ തുടരുമാനമായി കൂകിക്കൊണ്ടിരിക്കും. പക്ഷെങ്കിൽ പാതിരാത്രിയുടെ കോഴി കൂകലുണ്ടല്ലോ, അങ്ങനെ ഒന്നിച്ചല്ല, ഒന്ന് കൂകി കുറേ കഴിയുമ്പോൾ അപ്പുറത്തുനിന്ന് വേറൊന്ന് കൂകി. എനിക്ക് തോന്നുന്നത് കോഴി വളർത്തി പരിചയമുള്ളവർ, വളർത്തിയല്ല കോഴി വളർത്തുന്നത് കണ്ടെങ്കിലും പരിചയമുള്ള പലരും ഇവിടെ കണ്ടേക്കാം. അവർക്കെല്ലാം ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. ഇതാണ് പാതിരാത്രി മുതലുള്ള കോഴി കൂകുന്നത്. കോഴി കൂകുന്ന യാമം. ഈ സമയത്തെ ആത്മീയരുടെ ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവിങ്കിൽ നിന്ന് ഉന്നതമായ വെളിപ്പാടുകൾ പ്രാപിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞാൽ, പൈശാചിക ശക്തികൾക്ക് വേണ്ടി ദൈവം വിട്ടുകൊടുത്തിരിക്കുന്ന സമയമാണിത്. അതിഗംഭീരമായ കൊലപാതകങ്ങൾ, ബാങ്ക് കൊള്ളകൾ മുതലായത് പ്ലാൻ ചെയ്യുവാൻ ചരിത്രം പരിശോധിച്ചാൽ ആളുകൾ ഉപയോഗിക്കുന്ന സമയമായത്. കാരണം ആ ദുഷ്ടശക്തികൾക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയും. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നവരും കുറവല്ല. കാര്യം എതിർത്ത് നിൽക്കുന്ന ശക്തികളെ എതിർത്ത് ജയിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കുന്നവരുണ്ട്. അതിന് തക്ക അഭിഷേകമില്ലാതെ ഈ സമയത്ത് മുട്ടുകുത്തിയവർ അധികം പേര് തടി തപ്പി കണ്ടിട്ടുമില്ല. ഞാനത് ആവർത്തിക്കാം. അതിന് തക്ക ഒരു അഭിഷേകമില്ലാതെ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിച്ച് ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റു അന്ന് പ്രാർത്ഥിച്ച കാര്യം അല്ല ഞാൻ പറഞ്ഞത്. റെഗുലർലി 12-നും 3-നും ഇടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ അതിന് തക്ക അഭിഷേകം ഇല്ലാത്തവരാണെങ്കിൽ തടി തപ്പുന്നവരുടെ എണ്ണവും കുറവാണ്. ഈ സമയം പൈശാചിക ശക്തികൾക്ക് വേണ്ടി ഏറെക്കുറെ വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. അതേസമയം കൂകുന്ന കോഴികൾ ഇതിനകത്തുണ്ട്. ഇതിനപ്പുറത്തൊരു പ്രഭാതം വരുമെന്ന് വിളിച്ചു പറയേണ്ടതിനാണ് പാതിരാക്കോഴി മുതൽ കൂകി തുടങ്ങുന്നത്. ഒടുവിലത്തെ യാമത്തെ വെളുപ്പിനെ 4 മണി മുതൽ 3 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയമാണ്. അതിനെ പ്രഭാതയാമം എന്ന് വിളിക്കും. പ്രഭാത നക്ഷത്രങ്ങൾ ഉദിച്ചു തുടങ്ങുന്ന
പാതിരാത്രിയുടെ കട്ടി ഇരുട്ട് മാറിത്തുടങ്ങുന്ന, വെളിച്ചം വീശി തുടങ്ങുന്ന, മണിക്കൂറുകൾ കഴിയും തോറും വെളിച്ചം വർദ്ധിച്ചു വരുന്ന, പൂർണ്ണ ഇരുളിൽ നിന്ന് ഗൗരവമുള്ള വെളിച്ചത്തിലേക്ക് വരുന്ന, ഉദയസൂര്യനെ കാത്തിരിക്കുന്ന, പ്രഭാത നക്ഷത്രങ്ങൾ കണ്ടു തുടങ്ങുന്ന പ്രഭാതയാമം. ഈ യാമത്തിൻ്റെ അവസാനമാണ് യേശുവിൻ്റെ മടങ്ങിവരവ്, നീതി സൂര്യൻ ഉദിക്കേണ്ടത്. എന്നാൽ ഈ യാമങ്ങൾ എന്ത് എന്നത് ഏറെക്കുറെ ഒന്ന് മനസ്സിലായി കാണും. ഇതോടൊപ്പം തന്നെ ഭക്തന്മാരായ ദൈവദാസന്മാർ പറയുന്നത്, പലരും അതിനുവേണ്ടി പ്രാർത്ഥിച്ച അനുഭവമുള്ളവരെ ചോദിച്ചാൽ ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നോട് നേരിട്ട് ദൈവം ഇടപെട്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്നതിൽ. പലതും ദൈവം എന്നോട് നേരിട്ട് ഇടപെട്ടതൊന്നുമല്ല. പലരിൽ നിന്നും കണ്ടുപഠിച്ചതാ, കൊള്ളാവുന്നവരിൽ നിന്ന് കണ്ടുപഠിച്ചവർക്കായി സ്തോത്രം. ഓൾ റൈറ്റ്. ആ സമയം തന്നെ ദൈവദൂതന്മാരുടെ ഇടപെടലിൻ്റെ സമയമാണ്. വെളുപ്പിനെ 4 മണി മുതൽ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം ദൂതന്മാർ ഇടപെടുന്ന സമയമാണ്. അല്പം കൂടുതൽ ഉറങ്ങുന്നവർ മിക്കവാറും എല്ലാവരും ആ സമയത്തിൻ്റെ ആരംഭത്തെങ്കിൽ ഉറക്കമായിരിക്കും. വെളുപ്പിനെ കാണുന്ന സ്വപ്നങ്ങൾ ആത്മീയനാണെങ്കിൽ ദൈവത്തെങ്കിൽ നിന്ന് വരുന്നവയും, അതിനു മുന്നമേ കാണുന്നത് ആത്മീയരെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന പിശാച് കാണിക്കുന്നതും ആയി എന്ന് വരാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനങ്ങോട്ട് 5 മണിക്ക് 9 മണിക്ക് കിടന്നുടനെ ഒരു സ്വപ്നം കണ്ടു. മോനെ അതൊക്കെ സ്വപ്നമാണ്, അത് കള, അതിന് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അതിന് കൂടുതൽ അർത്ഥം വരുന്നത് ദർശനങ്ങളല്ല, ഞാൻ പറഞ്ഞ സ്വപ്നം. കൂടുതൽ അർത്ഥമുള്ള സ്വപ്നങ്ങൾ കണ്ടവരോട് അല്ലെങ്കിൽ അറിയാവുന്നവർ പറഞ്ഞ ആശയങ്ങളും ചേർത്താണ് ഞാൻ ഈ പറയുന്നത്. വെളുപ്പിനെ ദൈവം നമ്മളോട് ഇടപെടുന്ന ഒരു സമയമുണ്ട്. ആ അർദ്ധരാത്രിയുടെ ഗംഭീരമായ ഉറക്കമൊന്ന് കഴിഞ്ഞു, ശരീരം ആകപ്പാടെ ഒന്ന് റിലാക്സായി, ആത്മീയനെ കൊള്ളാവുന്നവരെ അന്തരീക്ഷം ദൂതന്മാർ സൃഷ്ടിച്ചു. ആ സാഹചര്യത്തിൽ ദൈവം സംസാരിക്കുവാൻ തുടങ്ങും. ആ സംസാരിക്കുന്നത് കേൾക്കുന്നവർക്കായി സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം കൂടെ ചെയ്തോണേ. ഇന്ന് വൈകിട്ട് മുതൽ കിടക്കാൻ നേരം പണ്ട് ശമൂവേൽ ബാലൻ പ്രാർത്ഥിച്ചതുപോലെ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് കിടന്നേച്ച് വെളുപ്പിനെ ദൈവം എന്തെങ്കിലും ഇടപെട്ടോ എന്നൊന്ന് തിരിഞ്ഞാലോചിക്കുന്നത് കൊള്ളാം. അന്നേരത്ത് കാണുന്നത് പലതും ഓർമ്മയിൽ നിൽക്കും, പലതും മനസ്സിലാകും. ഞാൻ യാമങ്ങളെക്കുറിച്ചൊന്ന് പൊതുവെ തൊടുകയാണ്, ഒരു വലിയ ബ്രോഡ് ആശയത്തിൽ ഒന്ന് തൊടുകയാണ്. ഇനി നമുക്ക് മുൻപോട്ട് പോകാം. എന്താണ് ഈ രാത്രി? ഒരു രാത്രിയാണല്ലോ 4 യാമമായി തിരിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് താൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. നമുക്കൊന്ന് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. എൻ്റെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ പദം ഒന്ന് കേട്ടോണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സാക്ഷാൽ വെളിച്ചമായവൻ, സാക്ഷാൽ പ്രകാശമായവൻ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അവിടം കൊണ്ട് മാത്രം അതിൻ്റെ അർത്ഥം പൂർണ്ണമല്ല. 1-ാം അധ്യായം 4-ാം വാക്യം കൂടെ ദയവായി വായിക്കാമോ? ഇവിടെ ഞാൻ 1 മിനിറ്റ് നിന്നേ മതിയാകും. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നിൽക്കട്ടെ, യോഹന്നാൻ്റെ സുവിശേഷം 8:12 മുമ്പേ വായിച്ചു. ആരെങ്കിലും നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. യോഹന്നാൻ്റെ സുവിശേഷം 8:12 യേശു പറഞ്ഞത്, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നാൽ യേശുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:4. യോഹന്നാനെ കുറിച്ച് പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും, യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും പറയുന്ന സാക്ഷ്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. വീണ്ടും വായിച്ചാലും, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പിന്നെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല. ഞാനൊന്ന് നിൽക്കട്ടെ, 1 മിനിറ്റ് എക്സ്ട്രാ എടുത്തോട്ടെ, 1-2 മിനിറ്റ്. സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ശാസ്ത്രലോകം പറയുന്നത് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുന്നമേ ഒരു ബിഗ് ബാങ് ഉണ്ടായി. 3 ശബ്ദങ്ങൾ ഒരുമിച്ച് കലർന്ന ബിഗ് ബാങ്. 3 ജനറേഷനിൽപ്പെടുന്ന സീബോസൻ എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്. അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയി, ടൈപ്പോഗ്രാഫിക് എററായിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് ജി ബോസൻ. ജി ബോസൻ, എക്സ് ബോസൻ, ഡബ്ല്യു ബോസൻ എന്ന 3 ശബ്ദങ്ങൾ, ഇവ 3 ജനറേഷനുകളിൽ പെടുന്നതാണെന്നും ഇവ ചേർന്ന് ധ്വനിക്കുമ്പോഴാണ് ബിഗ് ബാങ് ഉണ്ടായതെന്നും ശാസ്ത്രം പഠിപ്പിക്കുന്നു. ബൈബിളിൻ പ്രകാരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ജനറേഷനിലുള്ള 3 വ്യക്തിത്വങ്ങളിൽ നിന്ന് ഉയർന്ന ഈ 3 ശബ്ദങ്ങൾ, ബോസനുകൾ എന്ന് ശാസ്ത്രം വിളിക്കുന്നു, ഒരുമിച്ചാണ് ബിഗ് ബാങ് ഉളവായത്. ബിഗ് ബാങ് ഉളവായ ശേഷം തുടർന്നുള്ള 3 ലക്ഷം വർഷങ്ങൾ, 300,000 years, ആ സമയത്തെ
റേഡിയേഷൻ ഇറ എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത്. ശൂന്യാകാശത്തിൽ നിന്ന് പ്രകാശം തനിയെ ചിതറിക്കൊണ്ടിരുന്നു. അവൻ ജീവനായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യന് വെളിച്ചമായി പ്രകാശിച്ചു. ഇരുൾ അതിനെ പിടിച്ചടക്കുവാൻ ശ്രമിച്ചു. അട്ടർ പിച്ച് ഡാർക്ക്നെസ്, പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന ശുദ്ധമായ ഇരുൾ, ആ ഇരുളിലേക്കാണ് ഈ വാക്കിൽ നിന്നും പ്രകാശം ചിന്നിയത്. ഇരുളതിനെ പിടിച്ചടക്കുവാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ പോയി. ആദ്യത്തെ 3 ലക്ഷം വർഷങ്ങൾ കൊണ്ട് ഇരുളതിനെ പിടിച്ചടക്കുവാൻ ശ്രമിച്ചു, പക്ഷെ കഴിയാതെ പോയി. ഇന്ന് പകൽ ഇതിവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു പദമൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ വായിലൂടെ വരുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്ന ടെലിവിഷനിൽ നിന്നായിരിക്കാം, ഏതെങ്കിലും മീഡിയ വഴിയായിരിക്കാം. നിങ്ങൾ ശ്രവിക്കുന്ന ശബ്ദം എൻ്റേതല്ല, മീഡിയയുടേതല്ല, ദൈവത്തിൻ്റേതാണ് എന്ന് എടുക്കുമെങ്കിൽ, മനസ്സിലാക്കുമെങ്കിൽ അത് ദൈവിക വെളിച്ചമാണ്. ഈ വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതിന് ലോകത്തിൻ്റെ ഇരുൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരിടത്ത് സുവിശേഷത്തിൻ്റെ പ്രസ്താവന ഉണ്ടായാൽ, ദൈവവചനത്തിൻ്റെ പ്രസ്താവന ഉണ്ടായാൽ, അതിനെ ക്രബ് ചെയ്യേണ്ടതിന്, തകർക്കേണ്ടതിന് ഇരുൾ എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. 1000 ചിന്തകൾ മനസ്സിൽ പിശാച് തന്നുകൊണ്ടിരിക്കും, വ്യക്തികളിലൂടെ വന്നുകൊണ്ടിരിക്കും. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവ പൈതലേ, ഈ വചനത്തിൻ്റെ ആധികാരികതയിൽ വിളിച്ചു പറയട്ടെ, ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല. ഹേ ഇരുളെ, അതിനെ പിടിച്ചടക്കുവാൻ നിനക്ക് കഴിയുകയില്ല. കാര്യം ഈ വെളിച്ചത്തിൻ്റെ ഉടമസ്ഥനിൽ നിന്ന് വന്നതാണിത്, സാക്ഷാൽ വെളിച്ചമായവനിൽ നിന്ന് വന്നതാണ്. യേശു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇനി താഴോട്ട് ഇറങ്ങി ചിന്തിക്കുമ്പോൾ, പ്രാരംഭത്തിങ്കൽ വെളിച്ചമായി വ്യാപരിച്ച അതേ ബോസൻസ്, അതേ ശക്തിയാണ് പിന്നത്തേതിൽ ജീവനായി മനുഷ്യൻ പരിണമിച്ച് മനുഷ്യനും മൃഗങ്ങളും ജൈവികളും ജന്തുക്കളും ഒരുപോലെ അനുഭവിക്കുന്നത്. ആദ്യത്തെ വെളിച്ചവും ജീവനും കൂടെ ഒന്നായിരുന്നു. പദമൊക്കെയാണ് ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. എൻ്റെ ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന അധികവും മുക്കവന്മാരായിരുന്ന ശിഷ്യന്മാരിലൂടെ ഈ 22-ാം നൂറ്റാണ്ടിൽ കിട്ടാത്തതായ ഈ ഗംഭീരമായ ശാസ്ത്രീയ ആശയങ്ങൾ എഴുതി വെക്കുവാൻ അങ്ങയ്ക്ക് തിരിഹിതമായല്ല കർത്താവേ, അങ്ങയ്ക്ക് നന്ദി. അവൻ വെളിച്ചമാണ്. യേശു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പക്ഷേ ആ വെളിച്ചത്തെക്കുറിച്ച് യേശു തന്നെ പറഞ്ഞ ഒരു പദപ്രകാരം, ഈ വെളിച്ചം പൊലിഞ്ഞണയുന്ന വെളിച്ചമാണ്. യോഹന്നാൻ 9:5 ദയവായി വായിച്ചാൽ. യോഹന്നാൻ 9:5, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാ. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ വെളിച്ചമാ. ലോകത്തിൽ താൻ അക്ഷരികമായി ജീവിച്ച 33.5 വർഷം താൻ ഇതിൻ്റെ വെളിച്ചമായി തുടർന്നു. അതിനകത്ത് 3.5 വർഷമായിരുന്നു തൻ്റെ ശുശ്രൂഷ കാലഘട്ടം. ആ കാലത്ത് താൻ തികഞ്ഞ വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ഇരുൾ ശ്രമിച്ചുകൊണ്ടിരുന്നു, സാധിച്ചില്ല. പിതാവേ, എൻ്റെ ജീവൻ പ്രാണൻ തൃക്കരങ്ങളിൽ എന്ന് പറഞ്ഞ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ ആ വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയാതെ വണ്ണം ഇരുൾ ഉയർന്നുകൊണ്ടേയിരുന്നു. റോമൻ ഗവൺമെൻറ് തനിക്കെതിരെ ഉയർന്നു. ഹേരോദാവിൻ്റെ ശക്തി തനിക്കെതിരെ ഉയർന്നു. മതത്തിൻ്റെ തത്വചിന്തകൾ തനിക്കെതിരെ ഉയർന്നു. സാഹചര്യങ്ങളുടെ ശക്തികൾ തനിക്കെതിരെ ഉയർന്നെങ്കിലും വെളിച്ചമായി തന്നെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളിലൂടെ പ്രകാശിക്കുമെങ്കിൽ ഒരിരുളും പിടിച്ചടക്കയില്ല, വെളിച്ചം പ്രകാശിക്കും. എന്നാൽ യേശുവിൻ്റെ പദം, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ. ഇനി 12:35, യോഹന്നാൻ 12:35. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിച്ചടക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. കുറച്ചു നാളൂടെ വെളിച്ചം കാണത്തുള്ളൂ. വെളിച്ചം ഉള്ളിടത്തോളം അതിനകത്ത് നടന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പക്ഷേ ഈ വെളിച്ചം പൊലിയും, ഈ വെളിച്ചം അസ്തമിക്കും. അത് അസ്തമിക്കുന്ന അന്ന് ക്രിസ്ത്യാനിയുടെ ദീർഘരാത്രി ആരംഭിക്കും. ആ രാത്രിയെയാണ് നമ്മൾ 4 യാമങ്ങളായി ചിത്രീകരിച്ചത്. എന്നുവരെയാണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം മലാഖിയുടെ പുസ്തകം 4:2. മലാഖിയുടെ പുസ്തകം 4:2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിൽക്കട്ടെ, ഒരിക്കൽ കാൽവറിയിൽ പൊലിഞ്ഞണങ്ങിയ കർത്താവായ യേശു ക്രിസ്തു വന്ന ജ്വലിച്ച പന്തം തൽക്കാലത്തേക്കൊന്ന് അസ്തമിച്ചെന്നേ ഉള്ളൂ. ഈ രാത്രി കഴിയുമ്പോൾ അടുത്ത പ്രഭാതത്തിൽ, പ്രഭയേതും പ്രഭാതത്തിൽ നീതി സൂര്യനായി താൻ തിരികെ ഉദിക്കും. കാൽവറിയിൽ പൊലിഞ്ഞണഞ്ഞത് മുതൽ, കാൽവറിയിൽ ദൈവം മരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല, ചുമ്മാ മണ്ടത്തരം ആരും കേട്ടുകൊണ്ട് പോകല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല.
ഞാൻ പറഞ്ഞത് കാൽവറിയിൽ പൊലിഞ്ഞണഞ്ഞ യേശുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ ആ സമയം മുതൽ ക്രൈസ്തവ ലോകത്തിന് നീണ്ട ഒരു രാത്രിയായി അതിനെ എടുത്താൽ, നീതിസൂര്യനായ ക്രിസ്തു ആകാശമേഘങ്ങളിൽ പിന്നെയും പ്രത്യക്ഷപ്പെടുന്നതോടുകൂടെ അടുത്ത പ്രഭാതം ഉദിക്കും. ഈ സൂര്യ അസ്തമനത്തിനും അടുത്ത പ്രഭാതത്തിനുമിടയിൽ ഞാൻ നിങ്ങളും ജീവിക്കുന്ന സഭാ കാലഘട്ടത്തെ നീണ്ടൊരു രാത്രി എന്ന് വിളിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഏറെക്കുറെ ഒരു വാചകത്തിൻ്റെ കൺക്ലൂഷനിലെത്തി. ആ രാത്രിയെയാണ് നാലിയാമമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ആ രാത്രിയെയാണ് നാലിയാമമായി വിശേഷിപ്പിക്കുന്നത്. ഈ നാലിയാമങ്ങളുടെ പ്രത്യേകത എന്ത്? യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എപ്പോഴാണ്? ആ യാമത്തിൻ്റെ അന്തത്തിലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ജീവിച്ചവരുടെ സ്ഥിതി എന്തായിരിക്കും? ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാനോ പറയുന്നത് ഏത് യാമത്തിൽ ജീവിച്ചാലും ഒരുങ്ങിയിരിപ്പിൻ. ഇനി വേറൊരർത്ഥത്തിലേക്ക് പോയി വ്യാഖ്യാനിച്ചാൽ, ഏത് മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ 4 യാമങ്ങളുടെ അവസ്ഥയുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒരു സന്ധ്യായാമമുണ്ട്, ഒരു അർദ്ധരാത്രിയുണ്ട്, ഒരു പ്രഭാതമുണ്ട്, കോഴി കൂകുന്ന യാമമുണ്ട്, ഒരു പ്രഭാതമുണ്ട്. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ഈ 4 യാമങ്ങളുണ്ട്. ഏത് സഭയ്ക്കും ഈ 4 യാമങ്ങളുണ്ട്. വളരുന്നൊരു കാലഘട്ടമുണ്ട്, വന്യമൃഗങ്ങൾ അലറുന്ന വേറൊരു കാലഘട്ടമുണ്ട്. നമുക്കറിയാം, മീഡിയ ഒക്കെ റോർ ഔട്ട് ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഈ 4 യാമങ്ങൾ എല്ലാവർക്കുമുണ്ട്, സകല മനുഷ്യനുമുണ്ട്, ഏത് പ്രസ്ഥാനത്തിനുമുണ്ട്. വളരുന്ന കാലഘട്ടവും തളരുന്ന കാലഘട്ടവും, എതിർപ്പുകൾ നേരിടുന്നതും. പലരും ബിസിനസ്സൊക്കെ പൂട്ടിക്കളയാം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിലരോട് പറഞ്ഞ പദം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നമ്മുടെ 4 യാമങ്ങൾ എന്നുള്ള പുസ്തകത്തിൻ്റെ ആദ്യത്തെ പതിപ്പ് ബാംഗ്ലൂരിൽ ഒരാളാണ് പ്രിൻ്റ് ചെയ്തത്. പ്രിൻറ്റിങ്ങിന് കൊടുത്തത് ഞാനല്ല, പ്രിൻ്റ് ചെയ്ത ആളുമായി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ കൊടുത്ത ആൾ എന്നോട് പറഞ്ഞത്, ഈ പുസ്തകം കൊണ്ട് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വല്ലാത്ത പ്രതിസന്ധിയുടെ നടുക്കാണ്, ഞാൻ അവസാനമായി പ്രിൻ്റ് ചെയ്യുന്ന പുസ്തകം ഇതായിരിക്കും, എൻ്റെ പ്രസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കാത്തതുപോലെ ഒരു സ്ഥിതിയാണ്. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞയച്ചു, അങ്ങേരോട് പറ, ഒരു പക്ഷേ നിങ്ങൾ അർദ്ധരാത്രിയുടെ യാമത്തിലാകും, തിരിച്ചു കോഴി കൂകും. നിങ്ങൾ അർദ്ധരാത്രിയുടെ യാമത്തിലാകും, തിരിച്ചു കോഴി കൂകും. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ നടത്താനും കഴിയും, അത്രയും മറക്കണ്ട. പലരും പോരാട്ടത്തിൻ്റെ നടുവിൽ പലതും നിർത്തിക്കളയാമെന്ന് ആഗ്രഹിക്കും. എൻ്റെ പൊന്നെ, നിർത്താൻ കഴിയുമെങ്കിൽ നടത്താനും കഴിയുമെന്ന് മറക്കരുത്. കാര്യം അല്ലെങ്കിൽ ഇല്ലാതെ ശൂന്യമായി പോവുകയേ ഉള്ളൂ. നിർത്താൻ കഴിയുമെങ്കിൽ, വിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നടത്താനും കഴിയും. നിങ്ങൾക്ക് ഈ 4 യാമങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എൻ്റെ ആത്മീക ജീവിതത്തിൽ എനിക്ക് 4 യാമങ്ങളുണ്ട്. നിങ്ങളുടെ ഏത് യാമത്തിലാണ് നിങ്ങളുടെ യജമാനൻ നിങ്ങളുമായി കണക്ക് തീർക്കുവാൻ വരുന്നതെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് എല്ലാ യാമത്തിലും ഒരുങ്ങിയിരുന്നോളാൻ കർത്താവ് പറയുന്ന പദങ്ങളാണ് നമ്മളവിടെ കണ്ടത്. ഇനി നമുക്ക് ഇച്ചിരൂടെ ഇതിൻ്റെ ആഴത്തിലേക്ക് ഒന്നിറങ്ങാം. ക്രിസ്ത്യാനിയുടെ ദീർഘകാല രാത്രിയെ 4 യാമങ്ങളായി തിരിച്ചു പഠിക്കേണ്ടതിനായി മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പിന്നെ അങ്ങോട്ട് അധിക വാക്യങ്ങൾ വായിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്. വൈകുന്നേരമായപ്പോൾ എന്ന പദം വിടരുത്. സന്ധ്യായാമം തുടങ്ങുന്നത് അവിടെയാണ്. വൈകിട്ട് 6 മണിക്കാണ് സന്ധ്യായാമം തുടങ്ങുന്നത്. വൈകുന്നേരമായപ്പോൾ സന്ധ്യായാമത്തിലേക്ക് കയറുകയാണ്. വായിച്ചു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനുമല്ലാതെ. നമുക്കത് പിന്നെ വായിക്കാം. ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കഥ ഓർപ്പിച്ചു പോകാം. അവർ പറഞ്ഞു, യേശുവെ, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ ഞങ്ങളുടെ ഒന്നുമില്ല. യേശു പറഞ്ഞു, നിങ്ങൾ തന്നെ കൊടുത്തേ പറ്റൂ. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഒന്നും ഇല്ല. യേശു ആകപ്പാടെ ഉള്ളത് 5 അപ്പവും 2 മീനുമാണ്. യേശു പറഞ്ഞു, ജനത്തെ പന്തിയായി ഇരുത്ത്. അങ്ങനെ യേശുവിൻ്റെ കയ്യിൽ ഈ 5 അപ്പവും 2 മീനും കൊടുത്ത ശേഷം ജനത്തെ പന്തിയായി ഇരുത്തി. യേശു അപ്പം തൃക്കരങ്ങളിൽ എടുത്തു, സ്വർഗത്തേക്ക് നോക്കി, അപ്പം ഉയർത്തി, അപ്പത്തെ വാഴ്ത്തി, അപ്പത്തെ നുറുക്കി, മീനും നുറുക്കി തൻ്റെ ശിഷ്യന്മാരുടെ കൊട്ടകളിലിട്ടു. ശിഷ്യന്മാർ ജനത്തിന് വിളമ്പി. ശിഷ്യന്മാർ ജനത്തിന് വിളമ്പി അങ്ങോട്ട് തീരുകയും ശേഷിച്ച കഷണങ്ങൾ പെറുക്കിയെടുത്തു. ജനത്തെ യാത്രയയക്കാൻ യേശു അവരെ അനുവദിക്കാതെ അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ആ 2 പദങ്ങളായിരുന്നു എനിക്ക് വേണ്ടത്. സന്ധ്യാസമയത്ത്, സന്ധ്യായാമത്തിങ്കിൽ
അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിച്ചു. സമയം വൈകാതെ യാത്ര തുടങ്ങേണ്ട സമയം തന്നെ തുടങ്ങണം. നിങ്ങൾ നിന്ന് ആളുകളെ സീ ഓഫ് ചെയ്യാൻ നോക്കിയാൽ, ആളുകളെ യാത്ര അയക്കാൻ നോക്കിയാൽ, സന്ധ്യായാമത്തെങ്കിൽ നടക്കേണ്ട ചിലത് നടക്കാതെ വരും. അന്നേരം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല. നിങ്ങൾ അക്കരയ്ക്ക് പോകുക. ആ സന്ധ്യായാമത്തിൽ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, വന്നുകൂടുന്ന വലിയൊരു പുരുഷാരം. രണ്ട്, അവരെ പോഷിപ്പിക്കുവാൻ അവരുടെ കയ്യിലൊന്നും ഇല്ലെന്ന തോന്നലുണ്ടെങ്കിലും പോഷിപ്പിക്കുവാൻ കഴിയുന്ന യജമാനനുമായുള്ള ബന്ധം. മൂന്ന്, അവർ പറഞ്ഞാൽ കേൾക്കുന്ന ശിഷ്യന്മാർ 50ഉം 100ഉം വീതം ഇരുന്നു. അവർ പറഞ്ഞാൽ ജനം കേൾക്കും എന്ന കാലഘട്ടം. 4, വാഴ്ത്തിയപ്പം വിളമ്പുവാൻ കൊട്ടകളുള്ള ഒരു കാലഘട്ടം. 5, ജനത്തിൻ്റെ പ്രീതി നേടുന്ന ഒരു കാലഘട്ടം. 6, യേശു അവരോട് പറഞ്ഞ് അക്കരയ്ക്ക് പോകാ നിർബന്ധിച്ചു. യേശു തന്നെ ജനത്തെ പറഞ്ഞയക്കാൻ ചുമതല ഏറ്റെടുത്തു. ജനത്തെ പറഞ്ഞയക്കുന്ന ചുമതല യേശു തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്ന ഒരു കാലം. ഞാനിതൊന്ന് ചേർക്കാൻ പോകുകയാണ്. സന്ധ്യായാമം എന്നാൽ എന്ത്? ഞാൻ പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ജോലികൾ നടക്കുന്ന ഒരു സമയം. പകലിൻ്റെ അധ്വാനം കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ തമ്മിൽ കണ്ട് സ്നേഹാദരങ്ങൾ കൈമാറുന്നതായ ഒരു സമയം. അന്യോന്യം പരസ്പര ബന്ധങ്ങൾ കീപ്പപ്പ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു സമയം. ആത്മീകർ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു സമയം. നന്മയുടെ ഒരു സമയം. അവർ കണ്ടു ആയിരക്കണക്കിന് കുടുംബങ്ങൾ കണ്ട് ഒരുമിച്ച് ചേരുന്നു. സന്ധ്യയായപ്പോൾ ഉത്തരവാദിത്വ ബോധം അവരുടെ മേൽ വന്നു. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. മറക്കല്ലേ, ഞാൻ ആരംഭത്തെങ്കിൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ആരുടെയൊക്കെ കയ്യിൽ ദൈവം കൃപകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, വരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടാണ് ഈ ദൂത്. നമുക്ക് കടമകളും ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഒക്കെ ഒരുമിച്ച് തന്നേച്ച് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൂതാണിത്. ഈ ശിഷ്യന്മാരുടെ ചുമതല ഭാരം അവരുടെ മേൽ വരുന്ന സമയം. ഈ ജനത്തിന് ആഹാരം കൊടുക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ എത്ര പ്രാവശ്യം ചിന്തയുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ചുരുങ്ങിയ മണിക്കൂറുകളാണ് എനിക്ക് കിടക്കാൻ സാധിച്ചത്. ഉറങ്ങിയത് വേറെ, കിടക്കാൻ സാധിച്ചത് ചുരുങ്ങിയ മണിക്കൂറുകളാണ്. എന്തു പറ്റി? ജനത്തിൻ്റെ കയ്യിൽ ഒരു ഉണർവിന് വേണ്ട സന്ദേശം കൈമാറേണ്ടതിന്, കൊടുക്കേണ്ടത് അതിൻ്റെ ആത്മശക്തിയിൽ കൊടുക്കേണ്ടതിന്, അതിൻ്റെ ക്ലാരിറ്റിയിൽ കൊടുക്കേണ്ടതിന്, മനസ്സിലാകുന്ന പോലെ കൊടുക്കേണ്ടതിന്. ഇതൊക്കെ പോയി വായിച്ചോളാൻ പറഞ്ഞ് വിട്ടാൽ നമുക്കെല്ലാവർക്കും വായിക്കാവുന്ന ഭാഗങ്ങളാണ്, പല ആവർത്തി വായിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ അതിനെ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ കർത്താവിൻ്റെ കൃപ ചോദിക്കുന്ന, കർത്താവെ ഉള്ള കഴിവുകളെയും കൃപകളെയും വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തരണം എന്ന ചിന്തയിൽ ഭാരം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കറിയാം, ആത്മഭാരം നിങ്ങളെ ഭരിക്കുന്ന സന്ധ്യയുടെ യാമം അന്നേരം യാത്ര തുടങ്ങിക്കോണം. യേശു പറഞ്ഞു, ഇപ്പോൾ ജനത്തെ പറഞ്ഞയക്കാൻ നിങ്ങൾ നിൽക്കണ്ട, ഞാൻ പറഞ്ഞയച്ചോളാം. നിങ്ങൾ അക്കരയ്ക്ക് വന്ന് നോക്ക്. നിങ്ങളൊരല്പം ലേറ്റായാൽ അക്കരെ എത്തത്തില്ല. അക്കരയ്ക്ക് പോകാൻ നോക്ക്. പഠിച്ചാൽ മനസ്സിലാകുന്ന കാലം, പരീക്ഷ എഴുതിയാൽ ജയിക്കുന്ന കാലം, ബിസിനസ് ചെയ്താൽ പ്രോഫിറ്റ് വരുന്ന കാലം, നന്മയ്ക്കിറങ്ങിയാൽ നടക്കുന്ന കാലം, യാത്രകൾക്ക് തിരിച്ചാൽ സാധിക്കുന്ന കാര്യം, വീസയ്ക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന കാലം, ടിക്കറ്റ് ചോദിച്ചാൽ ലഭിക്കുന്ന കാലം. നിങ്ങൾക്കൊരു നല്ല കാലമുണ്ട്. പലരും ഇന്ന് നല്ല കാലത്തിലാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അല്ലാത്തവരെയും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഈ സന്ധ്യായാമത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. പുറകെ വരുന്നുണ്ട് പാതിരാത്രിയുടെ യാമം. കാര്യങ്ങളൊന്നും നടക്കാതെ കുഴയുന്ന യാമം. അത് വരുന്നതിന് മുന്നമേ ഓടിത്തികയ്ക്കുന്നവർക്കായി സ്തോത്രം. സന്ധ്യായാമത്തിൽ ഓടുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ അവിടെയും ഇവിടെയും നോക്കി നിന്നാൽ, ഒരു പാട്ട് നമ്മൾ പാടാറുണ്ട്, അങ്ങും ഇങ്ങും നോക്കി നിന്നാൽ മുൻപിൽ പോകാതെ വണ്ണം നഷ്ടമായി തീരും. അവസരം കളയാതിരിക്കേണ്ട ഇടം വലം നോക്കി നിൽക്കുന്ന സമയമല്ല. മുന്നോട്ട് പോകുവാൻ ദൈവം വിളിച്ച സന്ധ്യായാമം ഓട്ടമോടുവാൻ ഏൽപ്പിക്കപ്പെടാം. ഇന്ന് പകൽ ഈ ലഭിക്കുന്ന ആത്മീക സാന്നിധ്യത്തിൽ ഇതിന് ഏൽപ്പിക്കപ്പെടാം. അതെ, കർത്താവ് നമുക്കതിന് ബലം തരും. സുവിശേഷകന്മാരെ സുവിശേഷം പറയുവാൻ, വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ നടക്കുവാൻ, ഇരുൾ നിങ്ങളെ മൂടുന്നതിന് മുന്നമേ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ, കൃപാവരങ്ങൾ ലഭിച്ചവരെ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നതിന് മുന്നമേ, അർദ്ധരാത്രി വരുന്നതിന് മുന്നമേ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഈ സമയങ്ങൾ മുൻപോട്ട് പോകുവാനായി നിങ്ങൾ എടുക്കുക. ആ സമയം നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും. അവരുടെ പടക് മുൻപോട്ട് പോയി. ആ പോയ പോക്കിന് അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കുന്ന സമയം, വലിയ വിടുതലുകൾ കണ്ട സമയം, മുന്നേറ്റത്തിൻ്റെ സമയം, വിജയത്തിൻ്റെ സമയം. ഇതാണ് സന്ധ്യായാമം. ഇന്ന് രാത്രിയിൽ ചിലരും കൂടെ സന്ധ്യായാമത്തിലേക്ക് പ്രവേശിക്കട്ടെ. കർത്താവേ, അവരുടെ സന്ധ്യായാമങ്ങൾ തിരിച്ചറിയാതെ ജീവിതത്തിൽ ചില മിസ്റ്റേക്കുകൾ വന്നുപോയെങ്കിൽ ഇന്ന് പകൽ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങൾക്ക് ആ സന്ധ്യായാമം ഒന്നുകൂടെ തരണമേ, ഞങ്ങൾക്കൊന്ന് ഓടി അക്കരെ എത്തുവാൻ മുൻപിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതെ, കർത്താവ് നമുക്ക് തരും.
എൻ്റെ സമയം ഞാൻ നഷ്ടമാക്കി, എനിക്ക് ആ സമയത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിലപിക്കുന്നവർ ഇന്നിവിടെ ഉണ്ടെങ്കിൽ കമോണ ദിവസങ്ങളെ ക്യാൻസൽ ചെയ്ത് വെട്ടിക്കിളി തിന്നതിനെയും പച്ചപ്പുഴു തിന്നതിനെയും തിരികെ തരുവാൻ കഴിയുന്ന, കാലങ്ങളെ മടക്കി തരുവാൻ കഴിയുന്ന നിത്യനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പറ, എൻ്റെ ആ നല്ല കാലം ഒന്നുകൂടെ തരണേ, എൻ്റെ സന്ധ്യായാമം ഒന്നുകൂടെ തരണേ, എൻ്റെ സന്ധ്യായാമം. എൻ്റെ കുടുംബ ബന്ധങ്ങൾ നേരെയാക്കുവാൻ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ എക്കണോമി തിരികെ പണിയുവാൻ, നഷ്ടപ്പെട്ടു പോയ ദൈവജീവൻ തിരികെ പ്രാപിക്കുവാൻ എൻ്റെ സന്ധ്യായാമം ഒന്നുകൂടെ മടക്കി തരണമേ. ഏത് വ്യക്തിക്കും ഒരു സന്ധ്യായാമമുണ്ട്. ദൈവം നിങ്ങളോട് ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, ഒരു സമയമുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കാം, അത് ഉപയോഗപ്പെടുത്താതെ പോയെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചൊന്നുകൂടെ മടങ്ങി വരാം. സന്ധ്യായാമം. ഈ സന്ധ്യായാമം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ യേശു ആണെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ, മലയുടെ മുകളിലേക്ക് കയറി. ശിഷ്യന്മാർ തനിയെ തണ്ടുവലിക്കുകയാണ്. പക്ഷേ അർദ്ധരാത്രിയുടെ യാമത്തിലേക്ക് മാറുകയാണ്. പൈശാചിക ശക്തികൾക്ക് വേണ്ടി വന്യമൃഗങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഘോരതകളുടെ ഒരു സമയം, മനുഷ്യന് പ്രവർത്തിക്കുവാനുള്ള നല്ല സമയം തീർന്ന് പ്രതിസന്ധിയുടെ ഒരു സമയം. അവർ അർദ്ധരാത്രിയുടെ യാമത്തിലേക്ക് കയറി. കടലിൽ കാറ്റടിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. അത്ഭുതം കണ്ടവർ, അതൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം. കഴിഞ്ഞ ദിവസം രോഗശാന്തിയെക്കുറിച്ച് ഇവിടെ നടന്ന ക്ലാസ്സിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, രോഗസൗഖ്യങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ തരുന്നത് ഒരു പക്ഷെങ്കിൽ ഒരു വ്യക്തിയുടെ ആശ്വാസത്തിനായേക്കാം. അതിനേക്കാൾ കൂടുതൽ എൻ്റെ കൈ കൊണ്ടാണ് നടന്നതെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കാൻ ദൈവം ചെയ്യുന്നതാണ്. മുരടിച്ചു പോയ വിശ്വാസം വീണ്ടും ജ്വലിക്കുന്നതാണ്. കേവലം മനുഷ്യനാകുന്ന എൻ്റെ വാക്കിൻ്റെ മുമ്പിൽ തൻ്റെ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്തുവാ സംഭവിക്കുന്നത്? ശരീര അവയവങ്ങൾ ചലിക്കാത്തത് ചലിക്കുന്നു. പാർക്കിൻസൺ രോഗങ്ങൾ വിട്ടുമാറുന്നു. തീരവ്യാധികൾ വിട്ടുമാറുന്നു. ദുർഭൂതങ്ങൾ ഇളകി ഓടുന്നു. എന്നെ ദൈവം ഉപയോഗിക്കുന്നു, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് സ്വയം വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ദൈവം ഉറപ്പ് തരുന്ന സമയം. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാണെങ്കിലും കണ്ടു വിശ്വസിക്കുവാനുള്ളത് തരുന്ന ദൈവം അതിനേക്കാൾ ഭാഗ്യവാനാണ്. കാര്യം എനിക്ക് കണ്ട് വിശ്വസിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചു. എൻ്റെ സംതൃപ്തി കണ്ട് എൻ്റെ ദൈവവും കൂടെ സന്തോഷിക്കുകയാണ്. ഓൾ റൈറ്റ്, അവർ അത്ഭുതം കണ്ടേച്ചു വരികയാണ്. മാത്രമല്ല, അത്ഭുതത്തിൽ ഭാഗവാക്കുകളായതാ. അവരുടെ കൊട്ടകളിലാണ് അപ്പം വർദ്ധിച്ചത്. പത്രോസ് മുതൽ യൂദാ വരെ അവനവൻ്റെ കൊട്ടയ്ക്കകത്തോട്ട് നോക്കുമ്പോൾ 4 അപ്പക്കഷണങ്ങൾ എടുത്തു കൊടുത്തു കഴിയുമ്പോൾ 5 അപ്പക്കഷണങ്ങൾ ഇതിനകത്ത് തന്നെ വരികയാണ്. ഇത് എവിടുന്നാ വരുന്നത്? അപ്പങ്ങൾ പെരുകുന്നുവോ? എന്തുവാ സംഭവിക്കുന്നത്? ഇന്ന് പകൽക്കാലം വർധനവില്ലാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സന്ധ്യായാമത്തിൽ മടങ്ങി വരട്ടെ. ഒരു വർധനവ് നിങ്ങളുടെ കൊട്ടയിൽ ഉണ്ടാകട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വർധനവുണ്ടാകും. അത് കൃപാവരങ്ങളിൽ, ദൈവകൃപയിൽ, വിശുദ്ധിയിൽ, ആത്മീയ ജീവിതത്തിൽ, ഭൗതികത്തിൽ, സകലത്തിലും എൻ്റെ ജീവിതത്തിൽ വർധനകൾ ഉണ്ടാകും. സഭ അംഗത്വത്തിൽ, വിശ്വസിക്കുന്നവരുടെ എണ്ണത്തിൽ, സ്നാനപ്പെടുന്നവരുടെ എണ്ണത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സഭയുടെ മുമ്പിൽ വർധനകൾ സംഭവിക്കട്ടെ. കാരണം നാം സന്ധ്യായാമം കണ്ടവരാ. യജമാനൻ കൂടെയുള്ള സമയം. അതിനുശേഷം തുഴഞ്ഞ് ഒരു ലിസൻസ് വരെ എത്തി. അർദ്ധരാത്രിയുടെ സമയമായി. ആകാശം കാറും കോളും കൊണ്ട് നിറഞ്ഞു. ചന്ദ്രനെ കാണാതെ ഇല്ലാതെയായി. നക്ഷത്രങ്ങൾ കണ്ണുകൾക്ക് മറഞ്ഞു. കിഴക്കേതാ വടക്കേതാ എന്നറിയാൻ വയ്യാതെ ദിശാബോധം നഷ്ടപ്പെട്ട അർദ്ധരാത്രി. ഇതതിഭയങ്കരമാണ്. ആഗോള വ്യാപകമായ ദൈവസന്ധ്യായാമം കഴിഞ്ഞ് അപ്പസ്തോലന്മാർ ജീവനോടിരുന്ന യുഗം. അപ്പസ്തോലന്മാരെ കണ്ടവരുടെ വായിൽ നിന്ന് കേട്ടവർ ജീവനോടിരുന്ന സമയം. ആ യുഗം കഴിഞ്ഞു. സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടുവെന്ന് തോന്നുമാറ് ഒരു വല്ലാത്ത കാലഘട്ടം. വിവാഹിതരായ ദമ്പതികൾ ആദ്യകാല സ്നേഹം നഷ്ടമായി. ആദ്യം അവർക്കുണ്ടായിരുന്ന അന്യോന്യ ചിന്തകൾ കുറഞ്ഞു. മാതാപിതാക്കളോടുള്ള അനുസരണം കുഞ്ഞുങ്ങൾക്ക് കുറഞ്ഞു. കുഞ്ഞുങ്ങളോടുള്ള അയ്യോഭാവം മാതാപിതാക്കൾക്ക് കുറഞ്ഞു. അർദ്ധരാത്രിയുടെ യാമത്തിലേക്ക് കയറി. ഞാൻ പടകിനെ മാത്രം തൊടട്ടെ. കാറ്റതി ശക്തമായി ഉയർന്നു. വെളിയിൽ കിടക്കുന്ന കടൽ വെള്ളം ഉള്ളിൽ കയറാതെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ പറഞ്ഞ പദമാണ്. ഇവിടെ വെച്ച് എത്ര വർഷം മുമ്പ് പറഞ്ഞെന്ന് ഓർക്കുന്നില്ല. വെളിയിൽ കിടക്കുന്ന കടൽ വെള്ളം, ഉപ്പുവെള്ളം അകത്തോട്ട് കയറാതെ എന്നെയും ഉപ്പുവെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ആ പടകിന് ഒരു അതിരുണ്ട്. ആ പടകിൻ്റെ വക്കുകൾക്ക് മീതെ വെള്ളം ഉയർന്നു. അടിച്ചുയരുന്ന, ഞാൻ പറഞ്ഞില്ല, പടക് എനിക്കൊരു വേർപാടാണ്.
വെളിയിൽ കാണുന്ന അശുദ്ധി അല്ലെങ്കിൽ ഉപ്പുവെള്ളം എൻ്റെ പടകിലേക്ക് കയറി എന്നെ മുക്കിക്കളയാതെ ഇരിക്കുവാൻ എനിക്ക് തന്ന ജീവിത പടകിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിത പടകുകൾക്ക് നേരെ കൊടുങ്കാറ്റടിക്കുന്നതോടുകൂടെ സമുദ്രത്തിലെ വെള്ളം ഉയരുകയാണ്. അത് തിരമാലകളായി ഉയരുകയാണ്. നിങ്ങളിൽ പലരുടെയും പിടിയിൽ നിൽക്കാതെ വണ്ണം പിള്ളേർ മുഖേനയാകാം, വലിയവർ മുഖേനയാകാം, ചുറ്റുവട്ടങ്ങൾ മുഖേനയാകാം, സാഹചര്യങ്ങൾ മുഖേന പ്രശ്നങ്ങൾ ഉയരുകയും തൻ്റെ വെളിയിലെ ഉപ്പുവെള്ളം മുകളിലേക്ക് ഉയരുകയും ചെയ്യുകയാണ്. ഉയർന്ന വെള്ളം അടർന്ന് പടകിൻ്റെ അകത്തേക്ക് വീണു. പണ്ട് വേർപാടുണ്ടായിരുന്നവൻ ഇന്ന് വേർപാട് നഷ്ടമായി. ഈ ആശയങ്ങൾ ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. പണ്ട് ദൈവിക വിശുദ്ധി സൂക്ഷിച്ചവൻ കുഴപ്പമില്ല എന്ന് പറയുന്ന സ്ഥിതിയായി. മൂക്കറ്റം മുങ്ങിയാൽ പിന്നെ 3 ആളോ 4 ആളോ തകരാറില്ലെന്ന് പറയുന്നവർ മുതൽ മുട്ടിന് താഴെ വെള്ളമേ ഉള്ളൂ പേടിക്കാനില്ലെന്ന് പറയുന്നവർ വരെ അശുദ്ധിയിൽ ഉഴലുന്നവരായി. വെളിയിൽ കിടന്ന ഉപ്പുവെള്ളം ഉയർന്നു അകത്തേക്ക് വീണു. ആകപ്പാടെ പടക് മുങ്ങിപ്പോകുമോ എന്ന ഭയത്തിലായി. ആ സമയത്ത് പത്രോസ് പറയുന്നുണ്ടാകാം, നമുക്ക് മുന്നോട്ട് പോകാം, അതാ ഡിറക്ഷൻ. ആരെയും ഒന്നും കാണത്തില്ല, നക്ഷത്രങ്ങളും കാണത്തില്ല. അന്ന് വടക്ക് നോക്കി യന്ത്രം ഇല്ല. പത്രോസിനെ ദിശ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവും അങ്ങോട്ടാ. അപ്പോൾ യോഹന്നാൻ വേറൊന്ന് ചൂണ്ടിക്കാണിക്കും ഇങ്ങോട്ടാ. രണ്ടുപേരും അവരുടെ സൽബുദ്ധിയിൽ നിന്നാണ് പറയുന്നത്, നല്ല കാര്യത്തിനും അവരുടെ ആത്മാർത്ഥതയിൽ നിന്നും പറയുന്നതാ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുവാൻ കഴിയാതെ ഒരുത്തൻ അങ്ങോട്ടും വേറൊരുത്തൻ ഇങ്ങോട്ടും തുഴഞ്ഞ കാലം. ഒരുത്തൻ അങ്ങോട്ടും വേറൊരുത്തൻ ഇങ്ങോട്ടും തുഴഞ്ഞാൽ പടക് വെള്ളത്തിൽ കറങ്ങുന്ന കാലം. ഭാര്യ പറയുന്നത് ഭർത്താവിന് ബോധിക്കുന്നില്ല. രണ്ടുപേരും ആത്മാർത്ഥതയെന്ന, ഒരാൾ അങ്ങോട്ട് പിടിക്കുമ്പോൾ വേറൊരാൾ ഇങ്ങോട്ട് പിടിക്കും. ഞാൻ തമാശ പറയുന്ന പതിവില്ല, എങ്കിലും കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ തമാശ ഒന്ന് ആവർത്തിക്കുന്നതിൽ തെറ്റില്ല. നാട്ടിലൊരിക്കലൊരു വീട്ടിനകത്ത് ഒരു മുറിക്കകത്തു നിന്ന് അദ്ദേഹം കിടക്കുന്ന കട്ടിലെടുത്ത് വെളിയിലിടാൻ ഒരു സഹോദരൻ തീരുമാനിച്ചു, ഒരു മനുഷ്യൻ തീരുമാനിച്ച്. കേട്ട കഥയാണ്. പുള്ളി അതെടുത്ത് വാതിലിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വെളിയിലോട്ട് ഇറക്കാൻ വേണ്ടി പിടിച്ചു. 2 കട്ടിൽ കാലുകളും ക്രാസിയും കൂടെ വെളിയിൽ വന്നു, ബാക്കി 2 കാലുകളും മറുവശവും കൂടെ അകത്തിരിക്കുക. അയാളെ അങ്ങ് തളർന്നത് കൊണ്ട് നിന്നൊന്ന് വിശ്രമിച്ചു. ശകല നേരം കഴിഞ്ഞപ്പോൾ ആ വഴിയെ പോയ അയൽവക്കക്കാരൻ ചോദിച്ചു, എന്തു പറ്റി, ഞാനിവിടെ കൂടാമെന്ന് പറഞ്ഞു. ഈ കട്ടിലിഞ്ഞ് പുറത്തോട്ട് എടുക്കാൻ ഒരു 2 മിനിറ്റിൻ്റെ ആവശ്യമേ ഇനിയുള്ളൂ, അതും കൂടെ അയാളുടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹവും പിടിച്ചു. 1 മണിക്കൂർ പിടിച്ചിട്ടും കട്ടിൽ അവിടെ തന്നെ ഇരിക്കുക. ഇത് മാറുന്നില്ല. ഇപ്പം വന്നവൻ പറഞ്ഞാൽ നമ്മൾ 2 പേരും കൂടെ പിടിച്ചിട്ട് ഒരു കട്ടിൽ മുറിക്കകത്ത് കയറ്റാൻ പറ്റുന്നില്ല, ഇല്ലയോ? ഇപ്പോഴാണ് മറ്റൊന്ന്, അയ്യോ നീ അകത്തോട്ടാണോ പിടിച്ചത്, ഞാൻ പുറത്തോട്ടാണ് പിടിച്ചേ. 2 പേരും കൂടെ ഉണ്ടപ്പെടുത്തമാണ് ഒരു കട്ടിലിന്, ഒരുത്തൻ അകത്തോട്ടും മറ്റവും പുറത്തോട്ടും. പത്രോസ് പറഞ്ഞ് അതാ വടക്ക് അങ്ങോട്ട് തുഴയാം, യോഹന്നാൻ പറഞ്ഞ് ഇതാ വടക്ക് ഇങ്ങോട്ട് തുഴയാം. ദിശ തെറ്റിയ കാലം, ദിശ തെറ്റിയ കുടുംബങ്ങളെ നിങ്ങൾ അർദ്ധരാത്രിയുടെ യാമങ്ങളിലാകാം. എല്ലാം ആത്മാർത്ഥതയെന്നുള്ള പ്രസ്താവനകളാണ്. ദിശ തെറ്റിയ സഭകളെ നിങ്ങൾ അർദ്ധരാത്രിയുടെ യാമത്തിലാകാം. ഭയപ്പെടരുത്, ഇതിനപ്പുറത്തൊരു പ്രകാശം വരും. ദിശ തെറ്റി ആളുകൾ പോകുക. ഒന്ന്, വെളിയിലെ ഉപ്പുവെള്ളം തലയ്ക്ക് മീതെ ഉയർന്ന് അടർന്ന് അകത്തേക്ക് വീഴുക. പണ്ട് വേർപാട് മുഖേന എനിക്കിത് വേണ്ട എന്ന് വെച്ചവർ അങ്ങനെ തന്നെ ബൈബിളിൽ ഉണ്ടോ എന്ന് തിരിച്ചാലോചിച്ച കാലം. തേണ്ടേ, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ ആണോ എന്ന് റീചെക്ക് ചെയ്യുന്ന കാലം. പണ്ട് സഹോദരിമാർ തല മൂടിക്കൊണ്ട് വേദപുസ്തക കാലയളവിലും ക്രിസ്ത്യാനി ഉള്ളിടത്തോളം കാലം തല മൂടിക്കൊണ്ട് ആരാധിക്കുമായിരുന്നു. ഈ ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വിളിച്ചിരുന്ന ഒരു കുടുംബം ഒരു ദിവസം എന്നെ തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ വിളിച്ചേച്ച് പറഞ്ഞു, ബ്രദറെ ഇന്നലെ ആ ഫാമിലി നമ്മുടെ ചർച്ച് വന്നിരുന്നു, ട്രിവാൻഡ്രം ചർച്ച് വന്നിരുന്നു. ആ പുള്ളിക്കാരത്തി ഇതേണ്ട ഒത്തിരി ആഭരണങ്ങളുമൊക്കെ ഇട്ട്, പണ്ട് ഒരു പെന്തിക്കോസുകാരായിരുന്നു, ഒത്തിരി ആഭരണങ്ങളുമൊക്കെ ഇട്ട് തലയും മൂടാതെ നമ്മുടെ സ്റ്റേജിൽ വന്ന് അവസാനം ഞാൻ പറഞ്ഞ് ഒഴിവാക്കേണ്ടതായി വന്നു. ഞാൻ വെച്ചു, നേരോ? അയ്യോ, അടുത്ത ആഴ്ച ഇത് എൻ്റെ തലയിലാണല്ലോ, ഞാനും വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചേച്ചാൻ പറഞ്ഞു, എനിക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങളോടൊന്ന് സംസാരിക്കണം. എന്താ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ പറഞ്ഞത്, നേരിട്ട് കണ്ട് സംസാരിച്ചാലേ പറ്റുള്ളൂ. ഇന്ന സഭയിൽ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോയിരുന്നു. അതേ പാസ്റ്ററെ, അവന്മാരുടെ ബിഹേവിയർ ശരിയല്ല. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു ബ്രദറെ, എൻ്റെ സഹതാപം പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ അടുക്കൽ വന്ന്
ആരോടുള്ള സഹതാപം എന്ന് പറഞ്ഞില്ലേ? എവനോടുള്ള സഹതാപമാണ്. അത് പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ വരിക എന്ന് പറഞ്ഞു. എന്നാൽ വന്നാട്ടെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അതേ, ആരാണ്ട് പറയുന്നത് കേട്ട് ഏതാണ്ട് അങ്ങ് ചെയ്തെന്നുള്ളത് കവിഞ്ഞ് ഇതൊന്നും ഹൃദയത്തിൽ കൺവിക്ഷൻ ഉണ്ടായിരുന്ന കാര്യമല്ല. അതുകൊണ്ടൊന്ന് റീതിങ്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ മോഡേൺ ഏജിൽ ആരും അങ്ങനെ ചെയ്യാറില്ല. എടോ, ക്രിസ്ത്യാനി ഇന്നും ചെയ്യാറുണ്ടോ? ആരുമെന്ന് പറയാതെടോ, ക്രിസ്ത്യാനിയെ ഒഴിവാക്ക്. ക്രിസ്ത്യാനി ഇന്നും ചെയ്യാറുണ്ട് പറഞ്ഞ. ഇത് തൽക്കാലം ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ചർച്ചിലോട്ട് ശുശ്രൂഷയ്ക്ക് ഈ ആണ്ടി വരണ്ട, ഇനി വരണമെന്ന് തോന്നുമ്പോൾ ഞാൻ വിളിക്കാം. പിന്നെ തൻ്റെ ചർച്ച ഞാൻ വരുന്ന ആഴ്ച വരാമെന്ന് പറഞ്ഞാൽ അതും വരുന്നില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ടു ഒന്ന് തിരിച്ചു തോന്നണം. പടകിൻ്റെ വെളിയിൽ കിടന്ന വെള്ളം കാറ്റിൻ്റെ പ്രഷറിൽ, ഈ കാറ്റ് എവിടെ നിന്ന് വന്നതാണെന്നറിയാമോ? അതും കൂടെ ഒന്ന് തൊട്ടങ്ങ് പോയേക്കാം. യേശു അക്കരയ്ക്ക് കയറിയാൽ അവിടെ ഗദരദേശമാണ്. ഗദരദേശം അവിടെ കിടക്കുന്നുണ്ട് ലെഗിയോൻ ബാധിച്ച പാർട്ടി. ലെഗിയോന് നന്നായി അറിയാം, യേശു വന്നു പോയാൽ എന്നെ പുറത്താക്കും. യേശു വന്നു പോയാൽ എന്നെ പുറത്താക്കും. പുറത്താക്കിയാൽ ഞാൻ കടലിലാണ്. അതുകൊണ്ട് യേശു കടലിൽ വരുന്നതിന് മുന്നമേ, യേശു കടലിൽ നിന്ന് കയറുന്നതിന് മുന്നമേ യേശുവിനെ ശിഷ്യന്മാരെ മുക്കിക്കളയുവാൻ വേണ്ടി അടിക്കുന്ന കാറ്റ. ഒന്നുകൂടെ പറയാം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് ഈ തീരത്ത് വെച്ചാണെന്നിരിക്കട്ടെ, ഇത് സമുദ്രതീരമെന്നിരിക്കട്ടെ. ഈ എൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ വലത്തെ അറ്റം, നിങ്ങളുടെ സൈഡിൽ നോക്കിയാൽ ഇടത്തെ അറ്റം. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങേപ്പുറത്തോട്ട് കടക്കണം. അങ്ങേപ്പുറത്ത് കടന്നാൽ, സമുദ്രം കടന്ന് ഇക്കരെ എത്തിയാൽ ഇവിടെയാണ് ഗദരദേശം. ഇവിടെയാണ് കിടക്കുന്നത് ഭൂതഗ്രസ്തനായ ഒരുത്തൻ, വസ്ത്രം ധരിക്കാത്തവൻ, സ്വന്തം ശരീരത്തെ ഇടിച്ചു മുറിക്കുന്നവൻ. അവനെ വസ്ത്രം ധരിച്ചില്ലെന്ന് അറിയാമല്ലോ. മോഡേണിസത്തിൻ്റെ എല്ലാ ലക്ഷണവും ആ പുള്ളിക്കുണ്ട്. വസ്ത്രം ധരിക്കുന്നില്ല, സ്വന്തം കല്ലെടുത്ത് ശരീരത്തെ ഇടിച്ച് ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിൽ കിടക്കുന്നത് ഒരു ലെഗിയോന. 4000 മുതൽ 6000 വരെയുള്ള ഒരു അംഗസംഖ്യയാണ് ലെഗിയോൻ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഒത്തിരി സെറ്റപ്പ് സജ്ജീകരണങ്ങൾ ഒരുമിച്ച് ചേർത്തതിനെയാണ് ഒരു ലെഗിയോൻ എന്ന് വിളിക്കുന്നത്. മിലിറ്ററിയുമായി ബന്ധമുള്ളവർ ഇവിടെയുണ്ടെങ്കിൽ ഒരു ബ്രിഗേഡിനോട് അതിനെ ഉപമിക്കാം. അവർക്ക് ആവശ്യമുള്ള സപ്ലൈ കോർ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് ആവശ്യമുള്ളതായ മെഡിക്കൽ കോർ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് ആവശ്യമുള്ള സകലതും അവരുടെ ഇടയിലുള്ള ഫുൾ പ്ലേസ്ഡ് സജ്ജീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന 4000-നും 6000-നും ഇടയ്ക്ക് അംഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു ട്രൂപ്പിനെയാണ് ലെഗിയോൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ തന്നെ ലെഗിയോൻ കിടക്കുക. അവന് സകല കഴിവുകളുമുണ്ട്. അവനറിയാം എൻ്റെ സകല കഴിവുകളും കൂടെ യേശുവും ശിഷ്യന്മാരും ഇക്കരെ വന്നാൽ പൊളിഞ്ഞു, ഞാൻ കടലിലാ. അങ്ങനെയാണെങ്കിൽ യേശുവും ശിഷ്യന്മാരും ഇങ്ങോട്ട് വരാതെ അവരെ അവിടെ പലർക്കും വിരോധമായി അടിക്കുന്ന കാറ്റ് നിങ്ങൾ കരകയറാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ കയറിയാൽ പിശാചിനറിയാം പോക്ക, അത് വരാതിരിക്കുവാൻ നിങ്ങൾക്കെതിരെ കാറ്റടിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ കാറ്റ് അവിടെ നിൽക്കട്ടെ. ആമേൻ. ഞാൻ ആ ഭാഗത്തിൽ അല്പം കൂടെ വേഗത്തിൽ പോകാം. ശിഷ്യന്മാരാകപ്പാടെ തണ്ടുവലിച്ചു വലഞ്ഞു. ആ സമയത്താണ് യേശു കടലിൻ്റെ മേൽ നടന്നു വരുന്നൊരു കാഴ്ച കാണുന്നത്. ഞാൻ അവിടെ നിൽക്കട്ടെ. ആ കാറ്റിനെയും കടലിനെയും യേശു ശാസിച്ചു. കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകെ. വലിയ ശാന്തതയുണ്ടായി. അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ അടിച്ചുയരുന്നതായ കൊടുങ്കാറ്റുകളെ ശാസിക്കുവാൻ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞങ്ങൾ ന്യൂഡൽഹിയിലായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ പ്രിൻസ് സാധാരണ പാടാറുണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടിൻ്റെ ലൈനുകളുടെ അർത്ഥം ഞാൻ ഓർക്കുന്നുണ്ട്. Whatever may be the roaring wind, no wind can swallow the ship where it is. നിങ്ങൾ യാത്ര ചെയ്യുന്ന ജീവിത പടകിനെ വിഴുങ്ങുവാൻ ഒരു റോറിംഗ് കാറ്റിനും കഴിയുകയില്ല. കാര്യം ഇത് ഇറങ്ങിയത് എവിടുന്നറിയാമോ? യജമാനന്റെ കൽപ്പനയ്ക്ക്. വാ അക്കരയ്ക്ക് പോ, വാ അക്കരയ്ക്ക് പോ. എം.എ. വർഗീസിനെ തകർത്തടിക്കുവാൻ, നിങ്ങളെ തകർത്തടിക്കുവാൻ, വ്യക്തികളെ തകർത്തടിക്കുവാൻ കൊടുങ്കാറ്റ് ഉയരുന്നുവെങ്കിൽ നോ വില്ലോസ് കൻ സോളോ ദ ഷിപ്പ് വേർ ഇറ്റ് ഈസ്. ആ പടക് കിടക്കുന്ന ഇടത്ത് ആ പടകിനെ മുക്കുവാൻ ഒരു ബില്ലോയ്ക്കും കഴിയുകയില്ല. കാര്യം ഇതിൻ്റെ പുറകിലൊരു വാക്കുണ്ട്, എന്നെ പറഞ്ഞയച്ചവൻ്റെ കൽപ്പന. എന്നെ പറഞ്ഞയച്ചവൻ്റെ കൽപ്പന ഇതിൻ്റെ പിൻപിലുള്ളതിനാൽ കാറ്റടിക്കും. ശിഷ്യന്മാർ ഭയന്നു, ആഞ്ഞാടി. പടക് വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. ദിശാബോധം നഷ്ടപ്പെട്ടു, അവരുടെ യൂണിറ്റി നഷ്ടപ്പെട്ടു. എന്തു വേണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഭാര്യയെ കുറ്റം പറയുക, ഭാര്യ എന്നെ കുറ്റം പറയുക. ഞാൻ സെക്രട്ടറിയെ കുറ്റം പറയുക, സെക്രട്ടറി എന്നെ കുറ്റം പറയുക. രണ്ടുപേരുടെയും ചിന്തയിൽ അവർക്ക് കറക്റ്റാ. ആരും ദോഷത്തിന് വേണ്ടി പറയുന്നതല്ല. ധാരണപ്പെശകുകൾ വന്ന് ഇരുളിനകത്ത് മൂടി
അന്ധകാരം നിറഞ്ഞ അർദ്ധരാത്രിയുടെ അന്തത്തിൽ ഒരുവൻ നടന്നു വരികയാണ് കടലിൻ്റെ മീതെ. ഹേ പിശാചേ, നീ ഇളക്കി വിടുന്നതായ കാറ്റിൽ ഉയരുന്ന തിരമാലകൾ എൻ്റെ കാലിൻ്റെ ചുവട്ടിലാകയാൽ ഞാൻ നടന്നു വരികയാ. അർദ്ധരാത്രിയുടെ യാമം. ആഗോള വ്യാപകമായ ദൈവസഭയെ എടുത്താൽ ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് കയറിയ, വെളിയിൽ കിടന്നതായ ആ വെള്ളം അകത്ത് കയറിയ കാലം. പല ലോക്കൽ സഭകളെയും എടുത്താൽ നേതൃത്വങ്ങളെ അതിജീവിച്ചുകൊണ്ട് അകത്തേക്ക് ഈ ഉപ്പുവെള്ളം കയറ്റുന്ന കാലം. പല കുടുംബങ്ങളെയും എടുത്താൽ അശുദ്ധമായത് അകത്തു വരുന്ന. എൻ്റെ പിതാവ് ചില സാഹചര്യങ്ങളിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടെടാ, എൻ്റെ അപ്പന്മാരുടെ കാലത്ത് ഇല്ലഞ്ഞ വേണ്ടാത്തതൊന്നും വേണ്ടടാന്ന്. അതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ പിള്ളേരത് അംഗീകരിക്കാത്ത കാലം. അതാത് കുടുംബങ്ങളുടെ സ്റ്റാറ്റസ് സൂക്ഷിക്കുവാൻ, മാനദണ്ഡങ്ങൾ സൂക്ഷിക്കുവാൻ ഇതൊക്കെ ആര് ഗണിക്കുന്നുവെന്ന് ചോദിക്കുന്ന അർദ്ധരാത്രിയുടെ യാമം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കറങ്ങുന്ന അർദ്ധരാത്രിയുടെ യാമത്തിലാണോ? യജമാനൻ അരികെ ഉണ്ട്. ഞാൻ തൊട്ടേച്ച് നിർത്താം, വരുന്ന ആഴ്ചയിൽ തുടരാം. ഏറെക്കുറെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഒരാശയത്തിൽ വന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. അർദ്ധരാത്രിയുടെ യാമം കഴിഞ്ഞാൽ കോഴി കൂകുന്ന യാമമുണ്ട്. കറക്റ്റ് പാതിരാത്രിയാകുമ്പോൾ പാതിരാക്കോഴി ഉറക്കി വന്ന് കൂകും. ശിഷ്യന്മാർ നോക്കുമ്പോൾ തേണ്ടൊരു രൂപം കടലിൻ്റെ മേൽ നടന്നു വരുന്നു. അവരാകപ്പാടെ പേടിച്ചു. അവർ പറഞ്ഞു, ഇത് ഭൂതം തന്നെയാണ്. പലർക്കും യേശുവിനെ കണ്ടാൽ ഭൂതമാണെന്ന് തോന്നും. ആത്മവിവശത കണ്ടാൽ ഭൂതമാണെന്ന് പറഞ്ഞ പാർട്ടികൾ പെന്തക്കോസിൽ കിടപ്പുണ്ട്. പെന്തക്കോസിലാണോ എനിക്ക് അറിഞ്ഞുകൂടാ, അതങ്ങനെയൊക്കെ പേരങ്ങനെയൊക്കെയാണ് കിടപ്പുണ്ട്. അതും ഇതും കണ്ടാൽ ഭൂതമാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം ഇവരാകെ വെരുണ്ട് പിടിച്ചിരിക്കുക, ഇരുളില, ശുദ്ധ ഇരുട്ടില. യേശു അടുത്തു വന്നു. പോട്ടെ, കോഴി കൂകുന്ന യാമം. പാതിരക്കോഴി ഒന്ന് കൂകിയാൽ അതിൻ്റെ തുടരുമാനമായി കോഴികൾ അവിടെയും ഇവിടെയും കൂകിക്കൊണ്ടിരിക്കും. എപ്പോൾ വരെ? പ്രഭാതയാമം വരെ. പ്രഭാതയാമമായാൽ കോഴികൾ നാട് നീളെ കൂക്ക് തുടങ്ങും. പ്രഭാതയാമമായാൽ പ്രകാശം അധികമായി വന്നുകൊണ്ടിരിക്കും. ഇന്നലത്തെ വെളിപ്പാടല്ല ഇന്നത്തെ വെളിപ്പാടല്ല നാളെ. അന്നന്നത്തേക്ക് ആവശ്യമുള്ള പുതിയ മന്ന നാൾതോറും ലഭിക്കുന്നതായ പുത്തൻ വെളിപ്പാടുകളുടെ കാലം. തിരുവചനത്തിൻ്റെ മറ നീക്കി ആളുകളുടെ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന ശക്തിയേറിയ ദൈവിക കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് എത്തിയാൽ അതിൻ്റെ അന്തത്തിൽ പ്രഭാത സൂര്യൻ ഉദിച്ചു. അടുത്ത സുപ്രഭാതം വന്നു. നാം ആ സുപ്രഭാതത്തിന് വേണ്ടി നോക്കി പാർക്കുന്നവരാ. കോഴി കൂകുന്ന യാമത്തിൻ്റെ ഒന്നാം പടി ഒന്ന് തൊട്ടേച്ച് ഇന്ന് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നമുക്ക് നിശ്ചയമായിട്ടും ഇതിൻ്റെ അടുത്ത ലൈനുകളിലേക്ക് പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജോൺ വൈക്ലിഫ് എന്ന ഒരു റോമൻ കത്തോലിക്ക പുരോഹിതനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ ആത്മീകമായ ഒരു അന്ധകാരം വ്യാപരിക്കണമെങ്കിൽ എനിക്കത് വിശദീകരിക്കാനൊക്കത്തില്ല. കറക്റ്റ് 10:20 ഞാൻ നിർത്തിയേക്കാം, 9:20 ഞാനിത് നിർത്തിയേക്കാം. ഇതിനെ ഒന്ന് തൊട്ട് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഞാൻ 1-2 വ്യക്തികളുടെ ചരിത്രം എടുക്കാം. ആ വ്യക്തികളുടെ ചരിത്രത്തിൽ വരേണ്ടതിന് അന്നത്തെ സാഹചര്യം തൊടാം. സാധാരണക്കാരൻ ബൈബിൾ വായിച്ചുകൂടാ എന്നും അത് വായിച്ചാൽ സാധാരണക്കാരൻ മതത്തിൻ്റെ ചട്ടക്കൂട്ടത്തിനകത്ത് നിൽക്കുകയില്ല എന്നും സീനിയർ ബിഷപ്സിന് തോന്നി തുടങ്ങിയ സത്യമായൊരു കാലഘട്ടത്തിൽ വേദപുസ്തകം വായിക്കുന്നത് നിരോധിക്കുകയും വേദപുസ്തകത്തിൻ്റെ ഒരു കോപ്പി കണ്ടിട്ട് വേണമല്ല വായിക്കാൻ, അതില്ലാതിരിക്കുകയും അതേസമയം വേദപുസ്തകം ഉണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് റോമൻ കത്തോലിക്ക സഭ എത്തി. സഭയുടെ അന്ധകാരയുഗത്തിൻ്റെ ക്ലൈമാക്സിൽ അവരെത്തി. അന്ന് ഇംഗ്ലണ്ടിൽ പള്ളികളിൽ വെച്ചിരിക്കുന്ന ബൈബിൾ, ഒരു പള്ളിയിൽ ഒരു ബൈബിൾ കാണും. ഇംഗ്ലണ്ടിലെ പള്ളികളിൽ വെച്ചിരിക്കുന്ന ബൈബിൾ ലാറ്റിൻ ഭാഷയിൽ അടിച്ചതായിരിക്കും, ലത്തീൻ ഭാഷയിൽ അടിച്ചതായിരിക്കും, എഴുതിയതായിരിക്കും. ഇറ്റലിയിൽ വെക്കുന്ന ബൈബിൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയതായിരിക്കും. ബൈബിൾ സംഗതി ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും ഒരു മനുഷ്യന് വായിക്കാനൊക്കത്തില്ല. ബിഷപ്പിന് മാത്രമേ അതിനാവശ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ, അദ്ദേഹത്തിന് മാത്രമേ ആസസ് ഉള്ളൂ. അങ്ങനെ വായിക്കാൻ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലിറ്ററേറ്റ് സ്കൂൾ മാസ്റ്റർ എന്നും പറഞ്ഞൊരു കഥ. എങ്ങാണ്ടൊരു വീട്ടിലൊരു അമ്മയ്ക്കൊരു ടെലിഗ്രാം കിട്ടി, അവരുടെ ഭർത്താവ് പെട്ടെന്ന് വരുന്നെന്നാണ്. അപ്പോൾ അവർക്കിത് ഇംഗ്ലീഷിലാണ് കിട്ടിയത്, അതുകൊണ്ട് വായിക്കാൻ വയ്യാത്തത് കൊണ്ട് അടുത്ത സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ അടുക്കൽ എത്തി, സാറേ എനിക്കൊരു ടെലിഗ്രാം വന്നിട്ടുണ്ടെന്ന് വായിച്ചു തരണമെന്ന് പറഞ്ഞ് ഇല്ലിറ്ററേറ്റ് സ്കൂൾ മാസ്റ്റർ ഇതെടുത്തു. അയക്കിത് എങ്ങോട്ട് തിരിച്ച് പിടിക്കേണ്ടതെന്ന് പോലും അറിയാൻ വയ്യ. കുറേ നേരം നോക്കുന്നു, ആഹാ എന്നൊക്കെ പറഞ്ഞ് കണ്ണുരുട്ടിയപ്പം സ്ത്രീ വിചാരിച്ചു ഭർത്താവ് ചത്തെന്നാണ്.
അയ്യോ പോയോ എന്ന് ചോദിച്ചു. ആന്ന് മൂളിയേച്ച് അയാൾ തിരിച്ചും കൊടുത്തു. ഭർത്താവ് ചത്തെന്നും പറഞ്ഞുകൊണ്ട് അവർ പോയി അലച്ചു വിളിച്ച് കരയുമ്പോഴാണ് അങ്ങേര് കയറി വരുന്നത്. ഇല്ലിറ്ററേറ്റ് സ്കൂൾ മാസ്റ്റർ, ഇവർക്ക് വായിക്കാൻ അറിയാമെങ്കിലും വ്യാഖ്യാനിക്കാൻ അറിയാൻ വയ്യ, അവർ മാത്രം ബൈബിൾ എടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്ന കാലം. ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരുന്ന ലത്തീൻ വേദപുസ്തകം പോരാ എന്നും സാധാരണക്കാരൻ്റെ കയ്യിൽ ബൈബിൾ എത്തിക്കണമെന്നും തേണ്ട റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന ജോൺ വിക്ലിഫിന് തോന്നി. വൈക്ലിഫ് എന്നും വിക്ലിഫ് എന്നും 2 രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കാറുണ്ട്, 2 സ്പെല്ലിങ്ങുകളിൽ എഴുതാറുമുണ്ട്. ജോൺ വിക്ലിഫിനെ വിളിക്കുന്നത് നവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രമെന്നാണ്. പ്രഭാത നക്ഷത്രം. അദ്ദേഹത്തെക്കുറിച്ച് എൻസൈക്ലോപീഡിയ കൊടുത്തിരിക്കുന്ന ഒരു പദം, ഹി വാസ് ആൻ ഇംഗ്ലീഷ് സ്കോളസ്റ്റിക് ഫിലോസഫർ, തിയോളജിയൻ, biblical translator, a reformer, a Catholic priest, and a seminary professor in University of Oxford. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മുതൽ പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന മനുഷ്യൻ, ധാരാളം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവൻ. ആ റോമൻ കത്തോലിക്ക പുരോഹിതൻ്റെ അകത്ത് സാധാരണക്കാരന് ബൈബിൾ വായിക്കാൻ തക്കവണ്ണം ഈ ഇംഗ്ലണ്ടിലിരിക്കുന്ന ബൈബിൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടായി. ജോൺ വൈക്ലിഫ് ആദ്യത്തെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ ഇംഗ്ലീഷ് ഭാഷയിൽ, അന്നത്തെ ഇംഗ്ലീഷ് ഇന്നത്തേതല്ല, ഒത്തിരിയും കൂടെ തരം താഴ്ന്നതാണ്. കട്ടിയുള്ള ഭാഷ ഉപയോഗിച്ചാൽ സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഏറ്റവും ലളിതമായ, അതിനെക്കുറിച്ച് ആളുകൾ വരുന്നൊരു സബ്സ്റ്റാൻഡേർഡ് ലാംഗ്വേജിൽ, അന്നത്തെ ആളുകളുടെ സംസാര സ്ലാങ്ങിലേക്ക് താണ് അദ്ദേഹം ആ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു 4 സുവിശേഷങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എഴുതിയ ഒരു പ്രതിയുടെ വില $25 ലക്ഷം വരെ വന്നു. പൗണ്ട് വരെ വന്നു. 25 ലക്ഷം പൗണ്ട് വരെ. കാര്യം അതൊരു പ്രശസ്ത വസ്തുവാണ്, അതുകൊണ്ട് വാങ്ങിച്ചു വെക്കണമെന്ന് പറഞ്ഞ ആളുകൾ വാങ്ങിയ ചരിത്രം വരെയായി. ജോൺ വൈക്ലിഫ് ഇത് തർജ്ജമ ചെയ്തു. തനിക്കെതിരെ സഭ എഴുന്നേറ്റു. പക്ഷെ തന്നോടുകൂടെ കൂടുവാൻ ഒരു 200ഓളം പട്ടക്കാരെ ദൈവം മുന്നോട്ടയച്ചു. ആ 200ഓളം പട്ടക്കാർ ചേർന്ന് വേദപുസ്തകത്തിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും ആ സ്റ്റാൻഡേർഡിലുള്ള ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. കയ്യെഴുത്ത് പ്രതികളായി എഴുതുന്നത് വളരെയാണ്. അതുകൊണ്ട് അവർ ഇത് മുഴുവൻ കൊണ്ടു നടക്കാൻ ഒക്കാതെ അതിൻ്റെ ചില കൈകൊണ്ടെഴുതിയ പേജുകൾ മാത്രം എടുത്ത് തെരിക്കോണുകളിൽ നിന്നും രാത്രികളിൽ ചെരുപ്പിടാത്ത കാലുകൊണ്ട് പാദം വരെ നീളുന്ന കുപ്പായവും ഇട്ട് ഈ പുരോഹിതന്മാർ റോഡുകളുടെ ഇറമ്പിൽ മരത്തണലുകളിൽ നിന്ന് ഈ പുസ്തകം വായിച്ചു. ഇത് വായിക്കുമ്പോൾ താല്പര്യമുള്ള ചിലർ നിന്ന് ശ്രദ്ധിച്ചു, ബാക്കിയുള്ളവർ അവരെ ചീത്ത പറഞ്ഞു പോയി. നാട്ടിലെ പുരോഹിതന്മാരും ബിഷപ്പന്മാരും അവരെ പരിഹസിച്ചു, അവരെ സാത്താൻ്റെ ഏജൻ്റെന്ന് വിളിച്ചു, അവരെ പലതിലും വിളിച്ചു. ചിലരെ പിടിച്ചു കരിങ്കൽ തുറുങ്കുകളിൽ അടച്ചു, അല്ലെങ്കിൽ കാരാഗ്രഹങ്ങളിൽ അടച്ചു. ലൊല്ലാഡ്സ്, നേരമ്പോക്കികൾ എന്ന് അവർക്ക് പേരിട്ടു. പല പേരുകളും അവർക്ക് മാറി മാറി വന്നു. പക്ഷേ പകൽ സമയങ്ങളിൽ വായിക്കുമ്പോൾ ശ്രദ്ധ കൊടുത്ത് കേൾക്കുന്നവരുടെ വീടുകളിലെ അഡ്രസ് കളക്ട് ചെയ്തുകൊണ്ട് രാത്രിയാകുമ്പോൾ വലത്തെ കയ്യിൽ കത്തുന്ന മെഴുകുതിരിയും ഇടത്തെ കയ്യിൽ കത്തുന്ന മെഴുകുതിരിയും ബൈബിളും വലത്തെ കയ്യിൽ ഊന്നുവടികളുമായി ചെരുപ്പിടാത്ത കാലുമായി ലഭിച്ച അഡ്രസ്സുകളിലേക്ക് ഈ പുരോഹിതന്മാർ നടന്നു കയറുകയും അവിടെ ഇരുന്ന് വേദപുസ്തക ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. ഞാൻ ഓടുകയാണ്, വരുന്ന ആഴ്ചയിൽ വീണ്ടും ഇതെടുക്കാം. തൻ്റെ ഇവരെ ഇങ്ങനെ വിടുന്നത് ശരിയാകുകയില്ല എന്ന് ലണ്ടനിലെ കർദിനാൾ റെക്കമെൻഡ് ചെയ്തതിനാൽ അവരുടെ പ്രമാണിയായിരുന്ന ജോൺ വൈക്ലിഫിനെ റോമിലേക്ക് അയച്ച് പോപ്പിനാൽ വിസ്തരിക്കപ്പെട്ട്, അന്നത്തെ ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച് വായിച്ചിട്ടുള്ളതും അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ സാത്താൻ്റെ ഏജൻ്റെന്ന് കാണിക്കുന്ന ഒരു കറുത്ത കിരീടം വെച്ച് ആ കിരീടം ഉൾപ്പെടെ അദ്ദേഹത്തെ തീയിലിട്ട് ചുടുക എന്നായിരുന്നു പോപ്പിൻ്റെ വിധി. പക്ഷേ അത് തൻ്റെ പോപ്പിൻ്റെ കൈ കൊണ്ട് തന്നെ നടത്തേണ്ടതിന് ജോൺ വൈക്ലിഫിനെ റോമിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. 200ഓളം വരുന്ന ആളുകളെ ഒരുമിച്ച് ചേർത്ത് ജയിലുകളിൽ അടച്ചു. ജോൺ വൈക്ലിഫ് റോമിലേക്ക് പോകുന്ന വഴിയിൽ ദൈവത്തിൻ്റെ കരുണയാൽ ഏതാണ്ട് 50 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, തനിക്ക് ഒരു രോഗം ബാധിക്കുകയും യാത്രാമധ്യത്തിൽ അദ്ദേഹം മരിക്കുകയും യാത്രയിൽ അദ്ദേഹത്തെ അടക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന അടുത്ത ആളായിരുന്നു ആരായിരുന്നു, അങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ജാൻ ഹസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാഷയിൽ ജോൺ ഹസ് എന്ന് അദ്ദേഹത്തെ ഇംഗ്ലീഷ് എഴുത്തുകാർ വിളിക്കുന്നു. JAN എന്ന സ്പെല്ലിംഗാണ് തൻ്റെ സ്വന്തം പേരിന് ആരംഭത്തെങ്കിലും ഉപയോഗിച്ചിരുന്നത്. പിന്നത്തേതിൽ അതിനെ ജോൺ എന്നാക്കി, HUS ഹസ് എന്നായി. ഈ പുരോഹിതനും അമിത വിദ്യാഭ്യാസമുള്ളവനും
വളരെ ശുഷ്കാന്തിയുള്ളവനുമായി ഈ പഴയ പുരോഹിതൻ്റെ മാർഗത്തിൽ പോയതിനാൽ അദ്ദേഹത്തെ കത്തോലിക്ക സഭയിൽ ഒന്ന് പിടിച്ചു നിർത്തുവാൻ അദ്ദേഹത്തെ പിടിച്ച് പെട്ടെന്ന് ഒരു ബിഷപ്പാക്കി. ഇനി മുതൽ സഭയുടെ ചട്ടക്കൂടിൻ്റെ വെളിയിൽ പോകരുത്, തുടർന്നോളാൻ പറഞ്ഞു. പക്ഷേ 45 വയസ്സിനകം അദ്ദേഹം മഹാകൃത്യങ്ങൾ ചെയ്തു. ആദ്യമുണ്ടായിരുന്ന ജോൺ വൈക്ലിഫിന് പ്രസംഗിക്കാൻ അറിയാൻ വയ്യ, പാടാൻ അറിയാൻ വയ്യ. അദ്ദേഹത്തിന് ബൈബിളിൻ്റെ കോപ്പികൾ വായിച്ചു കൊടുക്കാൻ മാത്രമേ ഒക്കത്തുള്ളൂ. പക്ഷേ രണ്ടാമത് കൂകിയ കോഴിയുണ്ടല്ലോ, അദ്ദേഹം ആ കോഴി കൂകുന്ന യാമെന്നൊക്കെ പേരിട്ടത് ജോൺ ഹസ്സിന് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു, നന്നായി ബൈബിൾ പഠിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. 45 വർഷത്തിനോടകം അദ്ദേഹം ബൈബിൾ പഠിപ്പിച്ചു തുടങ്ങി. ജോൺ ഹസ്സിനെ അറസ്റ്റ് ചെയ്തു. ജോൺ ഹസ്സിനെ കുറിച്ച് ലണ്ടനിലെ കർദിനാൾ പറഞ്ഞത്, ഇവനെ റോമിലേക്ക് വിടണ്ട, വഴിയിലെങ്ങാനും ചത്തുകളഞ്ഞെങ്കിൽ അതുകൊണ്ട് ഇവനെ ഇവിടെ തന്നെ കൊല്ലാം. തുരുമ്പിച്ച ഒരു ഇരുമ്പ് കട്ടിൽ കൊണ്ടുവന്നു, തുരുമ്പിച്ച ഇരുമ്പ് കട്ടിൽ. അക്കാലത്തുണ്ടായിരുന്ന സഭാപിതാക്കന്മാരെ മൊത്തം കത്തിച്ചത് ഈ തുരുമ്പിച്ച ചങ്ങല കൊണ്ട് കെട്ടി തുരുമ്പിച്ചതായ കട്ടിലുകളിലോ തൂണുകളിലോ നിർത്തിയാണ്. തുരുമ്പിച്ച കട്ടിൽ കൊണ്ടുവന്ന് തുരുമ്പിച്ച ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് അദ്ദേഹത്തെ ബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ കീഴിലേക്ക് ലഭിച്ച ബൈബിളിൻ്റെ സകല കോപ്പികളും, ഇതിനോടകം ബൈബിളിൻ്റെ ഭാഗങ്ങൾ പകർത്തി എഴുതുന്ന ഒരുപാട് പേരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ലഭിച്ച സകല കോപ്പികളും ഒരുമിച്ച് ചേർത്ത് തീർന്നില്ല. കർദിനാളിൻ്റെ വൈരാഗ്യം അടങ്ങാഞ്ഞതുകൊണ്ട് മരിച്ച് അനേക വർഷങ്ങൾ കഴിഞ്ഞ ജോൺ വൈക്ലിഫിൻ്റെ ശവകുടീരം മാന്തി അവിടെ നിന്ന് ലഭിച്ച അസ്ഥികളും കൂടെ കൊണ്ടുവന്ന് കട്ടിലിൻ്റെ കീഴിലോട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജോൺ ഹസ്സിനോട് ഒരു ചോദ്യം ചോദിച്ചു. നീ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അനുതാപവാചകങ്ങൾ മൊഴിഞ്ഞ് തിരിച്ചു വരുവാൻ തയ്യാറാണോ? ജോൺ ഹസ്സിൻ്റെ വാചകങ്ങൾ ഭയങ്കരമാണ്. അദ്ദേഹം പറഞ്ഞു, ഹേ നാമധേയ മതമേ, ഞാൻ ക്രിസ്തുവിന് വേണ്ടി കൂകുന്ന ഒരു പൂങ്കോഴി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കോഴി കൂകുന്ന യാമമെന്ന് പേരിട്ട പുള്ളി. ഞാൻ ക്രിസ്തുവിന് വേണ്ടി കൂകുന്ന ഒരു പൂങ്കോഴി. ചിക്കൻ പൊരിക്കുന്നത് പോലെ നിങ്ങൾക്കെന്നെ പൊരിച്ചു കൊല്ലാം. പക്ഷേ ഒരു പ്രവചനപദം ഈ നാളുകൾക്കപ്പുറത്ത് ലണ്ടൻ പട്ടണത്തിൻ്റെ മുകളിലൂടെ നവീകരണത്തിൻ്റെ മഹാകഴുകൻ 2 ചിറകും അടിച്ചു പറക്കും. അതിൻ്റെ തൂവലുകളിലൊന്ന് തൊടുവാൻ നാമധേയ മതമേ നിന്നെക്കൊണ്ട് കഴിയുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹമായ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൻ്റെ ജനിതാവെന്ന് അദ്ദേഹത്തെ വിളിച്ചതിൽ തെറ്റില്ല. അദ്ദേഹത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന പദമാണ് കോഴി കൂകുന്ന യാമമെന്ന് പേരിട്ട കൂകുന്ന പൂങ്കോഴി. അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് തീ വീണു. മിനിറ്റുകൾ കൊണ്ട് ആ പൂങ്കോഴി എരിഞ്ഞു തീർന്നു. പക്ഷെ താൻ കത്തിച്ച സുവിശേഷത്തിൻ്റെ ജ്വാല ബേഥേലിൽ വരെ നിന്ന് കത്തുകയാണ്, ഇവിടെ വരെ നിന്ന് കത്തുകയാണ്. അവനവൻ്റെ തലമുറയിൽ ഏൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി വീറോടെ നിൽക്കുന്ന ചിലരെ തമ്പുരാൻ അന്വേഷിക്കുന്നു. ഭാരതത്തിൻ്റെ മണ്ണിൽ ഇന്നത്തെ നിയമത്തിൻ്റെ പോക്കിൽ ഇത് വിളിച്ചു പറയുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തക്ക സമയത്ത് ആഹാരം വിളമ്പേണ്ടതിന് ദൈവമാക്കിയിരിക്കുന്ന കർത്തൃദാസന്മാർ അത് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഞാനും. അതിന് വരുന്നത് എന്തും അവിടെ വെച്ച് കാണാം. അതിനു മുമ്പേ ഒന്നും പറയുവാൻ നിവൃത്തിയില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കോഴി കൂകേണ്ടവരാണ്. നിങ്ങളുടെ കോഴി കൂകുന്ന യാമം ഇന്ന് തുടങ്ങുന്നുവെങ്കിൽ കാണുന്നവനോട് വിളിച്ചു പറ, യേശു പാപികളെ രക്ഷിക്കുന്നു. ജോൺ ഹസ്സിൻ്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാന വിഷയം ഇതായിരുന്നു: വിശ്വാസത്താൽ മാനസാന്തരം, യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം, വിശ്വാസത്താൽ നീതീകരണം. ഇത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇന്ന് പകൽ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. നാം കോഴി കൂകുന്ന യാമം എത്ര പേരുണ്ട്? പലരും ഇന്ന് സന്ധ്യായാമത്തിലാണ്. അല്ലാത്തവർക്ക് അത് ഒന്നുകൂടെ തരട്ടെ. വ്യത്യസ്ത യാമങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവമാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, എൻ്റെ ജനത്തെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ അവർക്ക് മുകളിൽ ഒരു വലിയ മറയായി നിൽക്കട്ടെ. ലോകവ്യാപകമായ ആത്മീയരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശക്തി ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേൽ ഇരിക്കണമേ. മഹത്വം മുഴുവൻ കർത്താവിനാകും. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.